യോവേലിനെ ഉദ്ധരിച്ചിട്ട് പത്രോസ് പറയുന്നു ഇത് അന്ത്യകാലം. സോ അന്ത്യകാലം ഓൾറെഡി ആരംഭിച്ചിരിക്കുന്നു. സഭാകാലം, കൃപായുഗം എന്നൊക്കെ പറയുന്നത് അന്ത്യകാലം തന്നെയാണ്. സോ അന്ത്യകാലത്തിൻ്റെ അവസാന സമയത്ത് വന്നെത്തിയിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഇതൊരു വാണിംഗ് മെസ്സേജാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. മിക്കവാറും സഭയിൽ നാം കേൾക്കുന്നത് അനുഗ്രഹ വചനങ്ങളാണ്, അല്ലെങ്കിൽ എൻകറേജ്മെൻ്റാണ്, ഉത്സാഹത്തിൻ്റെ വചനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച മറ്റൊരു കാലത്തെക്കുറിച്ച് കേട്ടു, കൊയ്ത്തിൻ കാലം, ഉത്സാഹിപ്പിക്കുന്ന, എൻ്റർടൈൻ ചെയ്യുന്നതായ, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന വചനമാണ്. ഈ എൻകറേജ്മെൻറ്റിൽ മാത്രം പോയാൽ പലപ്പോഴും സഭ എൻ്റർടൈൻമെൻറ്റ് സെൻ്ററായിപ്പോയി. നിങ്ങൾ മിണ്ടിയില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. എൻകറേജ്മെൻറ്റിൽ മാത്രം ആയിരിക്കുന്ന സഭ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ പോലെ ആയിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഗുണീകരണത്തിനായി പല മുന്നറിയിപ്പുകൾ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തുകൊണ്ട് മുന്നറിയിപ്പുണ്ട്? ഇത് പ്രവാചകന്മാരോ മറ്റു ദൈവദാസന്മാരോ പറഞ്ഞതായ ഒരു മുന്നറിയിപ്പല്ല, യേശു കർത്താവ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സോ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇതൊരിക്കലും വിട്ടുകളവാൻ ഗുണം, നെഗ്ലക്റ്റ് ചെയ്യുവാൻ ഗുണം, തൃണവൽ ഗണിക്കാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. മുന്നറിയിപ്പ് തൃണഗണിച്ചാൽ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തത്തില്ല. ടൈറ്റാനിക്കിൻ്റെ സ്റ്റോറി അതാണ്. മുന്നറിയിപ്പ് 3 പ്രാവശ്യമാണ് ടൈറ്റാനിക്കിന് നേരെ കടന്നു വന്നത്. പക്ഷേ ആ മുന്നറിയിപ്പിനെ അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്താതെ അവർ മുങ്ങിപ്പോയി. എന്നിലും ശക്തർ, എന്നിലും ഭക്തർ പലരും തകർക്കപ്പെട്ടത്. സ്തോത്രം. വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, അവർക്ക് പണം കാണും, അവർക്ക് പലതരത്തിലുള്ള പലതും ആശ്രയിപ്പാനുണ്ടായിരിക്കും. പലരും ലക്ഷ്യം കാണാതെ തകർക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് തള്ളിക്കളയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഓൺലൈനിലുള്ളവരാകട്ടെ, ഈ ഹാളിലുള്ളവരാകട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ ലക്ഷ്യത്തിൽ എത്തുവാൻ ഗുണം ഈ മുന്നറിയിപ്പ് നിങ്ങളുടെ തലയ്ക്ക് എണ്ണ എന്നതുപോലെ ആശ്വാസമാകുമാറാകട്ടെ. സോ 3 കാലങ്ങളെക്കുറിച്ചാണ് ആ വേദഭാഗത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത് നോഹയുടെ കാലം, രണ്ടാമത് ലോത്തിൻ്റെ കാലം, മൂന്നാമത് മനുഷ്യപുത്രൻ വരുന്ന കാലം. ആരും സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. 1 നോഹയുടെ കാലം, 2 ലോത്തിൻ്റെ കാലം, 3 മനുഷ്യപുത്രൻ വരുന്ന കാലം. പറഞ്ഞാട്ടെ, ഒന്നാമത്തെ കാലം ഏതാണ്? നോഹയുടെ കാലം, 2 ലോത്തിൻ്റെ കാലം, 3 മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ കാലം. ഇതിനെ 3 കൂടെ സംഗ്രഹിച്ചാണ് ഞാൻ സ്തോത്രം നിങ്ങളോട് പറയുന്നത്. ലാസ്റ്റ് ഡേയ്സ്, ഇത് അന്ത്യകാലം 1 ഭാഗം. സ്തോത്രം. ഈ അന്ത്യകാലത്ത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ച് ഉദാഹരണമായി ദൈവകൃപയാൽ പറയുന്നു. സ്തോത്രം. ഇതൊരു വല്ലാത്ത കാലമാണ്. 2 തിമോഥെയോസിലെ ലേഖനം 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, പെരിലസ് ടൈം, ദുർഘട സമയം എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ളതായ ഒരു സമയത്തെക്കുറിച്ചാണ്. സ്തോത്രം. 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അന്ത്യകാലത്ത് വായിച്ചാട്ടെ എങ്ങനെയാണ്? ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. പിന്നെ മനുഷ്യർ സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇളങ്ങാത്തവർ, ഏഷണിക്കാർ, അജയേന്ദ്രന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ദാർഷ്ട്യക്കാർ, നിഗളികളുമായി, ദൈവപ്രിയമില്ലാത്തവർ, ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ആൾമോസ്റ്റ് 18ഓളം കൂട്ടക്കാരെയാണ് അവിടെ പറയുന്നത്. 18ഓളം കൂട്ടർ. 18, 9ൻ്റെ ഇരട്ടിയാണ് 18. ആത്മാവിൻ്റെ ഫലങ്ങൾ 9ആണ്. ആത്മാവിൻ്റെ ശുശ്രൂഷ വരങ്ങളും 9ആണ്. ആത്മാവിൻ്റെ പ്രവൃത്തികളും 9ആണ്. സോ ഇരട്ടിയിലധികം യേശുവില്ലാത്ത, സുവിശേഷമില്ലാത്ത, നിത്യതയെക്കുറിച്ച് ബോധമില്ലാത്ത ഇരട്ടിയിലധികം കൂട്ടരെക്കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയത് കൊണ്ടല്ല, പൗലോസ് കുറച്ച് പേപ്പർ അവിടെ അധികമുള്ളത് കൊണ്ടല്ല ഇത്ര എഴുതി ചേർത്തത്. ഭൂരിപക്ഷം ആൾക്കാരെ നഷ്ടപ്പെടുന്നവരാണ്. ഭൂരിപക്ഷം പേരും നഷ്ടപ്പെടുന്നവരാണ്. ന്യൂനപക്ഷമാണ് രക്ഷപ്പെടുന്നത്. 2 വഴികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നാശത്തിൻ്റെ വഴിയും മറ്റൊന്ന് നിത്യജീവൻ്റെ വഴിയും. നാശത്തിൻ്റെ വഴിയും വലുതും വിശാലവുമാണ്, നിത്യജീവൻ്റെ വഴി ഇടുക്കമുള്ളത് എന്ന് കർത്താവ് തന്നെ പറയുകയുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിലുള്ളതിൽ ഭൂരിപക്ഷം ആൾക്കാർ രക്ഷപ്പെടുന്നവരല്ല, പകരം നഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അതേ സമയത്ത് നാമോ സ്തോത്രം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ല, രക്ഷിക്കപ്പെട്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കുക. അപ്പം 2 കൂട്ടർ ഭൂമിയിൽ ഇന്നുണ്ട്. 2 കൂട്ടർ ഇന്നുണ്ട്. 2 കൂട്ടരാണ് ഈ വയലിലുള്ളത്.
ഒന്ന് സ്തോത്രം ഗോതമ്പുണ്ട്, മറ്റൊന്ന് കളയുണ്ട്. ഒരിക്കൽ കൂടെ, ഒന്ന് ഗോതമ്പുണ്ട്, മറ്റൊന്ന് സ്തോത്രം കളയുണ്ട്. മത്തായി സുവിശേഷം 13:24 മുതൽ 30 വരെ ഒരു വശത്ത് ഗോതമ്പുണ്ട്, മറുവശത്ത് കളയുണ്ട്. അപ്പോൾ കളയെ പറിച്ച് കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നോ ലീവ് ഇറ്റ് അലോൺ, അതിന് വിട്ടുകളാം. കാരണം കളയെ പറിച്ചാൽ നല്ലതിന് കൂടെ ബാധിക്കും. അതുകൊണ്ട് ലീവ് ഇറ്റ് അലോൺ, കൊയ്ത്ത് വരെ അത് വളരട്ടെ. ഇന്ന് കൊയ്ത്താകുന്ന മനുഷ്യപുത്രൻ്റെ വരെ യേശു കർത്താവിൻ്റെ വരെ രണ്ടിനെയും കർത്താവ് ഒരുപോലെ വിട്ടിരിക്കുകയാണ്. 2 കൂട്ടർ. പറഞ്ഞാട്ടെ, എത്ര കൂട്ടർ? 2 കൂട്ടർ. കർത്താവ് സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ 21, 22 അധ്യായങ്ങളുടെ അവസാനത്ത് ഇപ്രകാരം പറഞ്ഞു, നന്മ ചെയ്യുന്നവനും സ്തോത്രം തിന്മ ചെയ്യുന്നവനും, വിശുദ്ധനും അശുദ്ധനും. ആ വാക്യം കാണാതെ പറഞ്ഞാട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ അഴുക്കാടട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അശുദ്ധി പ്രവർത്തിക്കുന്നത് നോക്കി പറഞ്ഞു, പ്ലീസ് കണ്ടിന്യൂ. വിശുദ്ധി ചെയ്യുന്നവനെ നോക്കി പറഞ്ഞു, അതെ, നീ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ 2 കൂട്ടർ ഒരേപോലെ തന്നെ സ്തോത്രം ലോകത്തിലുണ്ട്, ഈവൻ സഭയിലുമുണ്ട്. 2 കൂട്ടരുണ്ട്. ഒന്ന് നശിക്കുന്ന ഒരു കൂട്ടരുണ്ട്, മറ്റൊന്ന് നിത്യജീവിലേക്ക് കടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കർത്താവിൻ്റെ വരവിൽ മാത്രമാണ് തിരിച്ചറിയുന്നത്. 2 പേർ വയലിലിരിക്കും, ഒരുത്തൻ എടുത്തുകൊള്ളപ്പെടും, മറ്റവനെ തള്ളപ്പെടും. 2 പേർ തിരികലിൽ പിടിച്ചിട്ടിരിക്കും, ഒരാൾ എടുത്തുകൊള്ളപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. 2 പേർ സ്തോത്രം കിടക്കയിലായിരിക്കും, ഒരാൾ എടുത്തുകൊള്ളപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. സോ ഒരാൾ എടുത്തുകൊള്ളപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും എന്ന് പറഞ്ഞാൽ 50% പോക്കെന്ന അർത്ഥം. 50% നഷ്ടപ്പെട്ടു. സോ അങ്ങനെ യേശു കർത്താവ് വാണി നൽകുന്നതായ ഒരു വേദഭാഗമാണ് ഇത്. സ്തോത്രം. അപ്പോൾ 2 തരത്തിലുള്ള ചലനങ്ങൾ, 2 തരത്തിലുള്ള വർധനവലുകൾ ലോകത്ത് നടക്കുന്നു. ഒന്ന്, കർത്താവിൻ്റെ തേജസ് വർദ്ധിക്കുന്നു, മറുവശത്ത് ഇരുട്ടും വർദ്ധിക്കുന്നു. ഒരിക്കൽ കൂടെ, 2 ചലനങ്ങൾ എന്നാണല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങി. ഒരു വശത്ത് തേജസ് വർദ്ധിക്കുന്നു, മറുവശത്ത് ഇരുട്ടും വർദ്ധിക്കുന്നു. എവിടെയാണ് വേദഭാഗം? യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ നിന്റെ മേൽ ഉദിക്കുന്നത് എന്താണ്? യഹോവയുടെ തേജസ്. അപ്പോൾ സഭയുടെ മേൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മേൽ ഉദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തേജസ്സാണ്. അപ്പോൾ ദൈവജനത്തിന്മേൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കുകയാണ്. ഒരിക്കൽ കൂടെ, there is no doubt, നിശ്ചയമായിട്ടും കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നു, കഴിഞ്ഞ തലമുറയിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത അതിശക്തമായ ആത്മീയ കൊയ്ത്ത് ഈ തലമുറകൾ ദൈവകൃപയാൽ നിങ്ങൾ കാണും. അതിൽ നിങ്ങൾക്ക് സാക്ഷികളായി തീരും, അതിലൊരു പങ്ക് നിങ്ങൾക്കുണ്ടായിരിക്കും. എന്നാൽ അതേ സമയത്ത് ജാതികളിലേക്ക് നോക്കുമ്പോൾ അന്ധകാരം ഭൂമിയെയും വായിച്ചേ കുരുടിട്ട് ജാതികളെ മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷനാകും. അപ്പം ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് വരും. നാഷണൽ ലീഡേഴ്സ് പോലും രക്ഷിക്കപ്പെടുമെന്ന്. അന്ത്യകാലത്തിൻ്റെ ചലനത്തിൽ ലോകരാജ്യങ്ങളുടെ ഉന്നതന്മാർ പോലും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നേതാക്കന്മാർ പോലും കർത്താവിൻ്റെ നോളജിലേക്ക്, കർത്താവിൻ്റെ അറിവിലേക്ക്, കർത്താവിൻ്റെ ശോഭയിലേക്ക് കടന്നു വരും. ഞാൻ വിശ്വസിക്കുന്നു അത്. രാജ്യത്തിൻ്റെ നേതാക്കന്മാർ പോലും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയിൽ വന്നിരുന്ന് ആരാധിക്കും. There is no doubt. കാരണം കർത്താവ് കള്ളം പറയത്തില്ല, കർത്താവ് കൂടെ നിന്ന് ചതിച്ച് കാല് വാരത്തില്ല. കർത്താവ് പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ, ചെയ്യുന്ന മാത്രമേ കർത്താവ് പറയത്തുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലെ പദ്ധതിയാണ് ഒരു വശത്ത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കൊതിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനം മറ്റ് ഏതൊരു തലമുറയിൽ നിൽക്കുന്നവരെക്കാൾ അധികമായ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവകൃപയാൽ കാണും. സോ സഭ ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് ട്രാജഡി കണ്ടിട്ടല്ല. സഭ ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് വലിയൊരു ദൈവപ്രവൃത്തി കണ്ടിട്ടാണ്. അഫ്കോഴ്സ് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം ഒരു വശത്തുണ്ടായിരിക്കും, ഒരു വശത്ത് വിശ്വാസത്യാഗം ഉണ്ടായിരിക്കും. അടുത്തിരിക്കുന്ന തൊട്ട് പറ, ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. പറഞ്ഞാട്ടെ, വിശ്വാസത്യാഗികളുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. ദൈവകൃപ കളഞ്ഞവരുടെ പേരിൽ, പ്രാർത്ഥന നിർത്തിയവർ, ആരാധന പോയവർ, അന്യഭാഷ നിന്നുപോയവർ, വ്യാജാത്മാവിൽ ആരാധിക്കുന്നവർ, മറ്റുള്ളവർക്കെതിരെ പാര പണിയുന്നവർ, മറ്റുള്ളവരെ അതേ തകർക്കുന്നവർ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവർ, ന്യായവിധി സ്വന്തം ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന ആ ലിസ്റ്റിൽ എൻ്റെ പേര് എഴുതിയിട്ടില്ല. പകരം ഞാൻ നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ മാത്രം മുഖം നോക്കിയാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളെ ആശ്രയിക്കും. എന്നാൽ യഥാർത്ഥ ദൈവപൈതൽ പറയും, ഞാൻ ആശ്രയിക്കേണ്ടവനെ മാത്രം ആശ്രയിക്കും. കാരണം എൻ്റെ
ഞാൻ പിടിച്ചിരിക്കുന്നത് സൈഡിലല്ല, ഞാൻ പിടിച്ചിരിക്കുന്നത് മേലെയാണ്. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം. അതേ, രണ്ട് തരത്തിലുള്ള ചലനം നടക്കുന്നു. ഒരു വശത്ത് ജാതികൾ സ്തോത്രം ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം സ്തോത്രം. അങ്ങനെ ഈ ഒരു മിക്സായിരിക്കുന്ന, ഒരു സമ്മിശ്രമായിരിക്കുന്ന ഒരു കാലയളവിലാണ് ഇന്ന് നമ്മളായിരിക്കുമ്പോൾ. ആ സമ്മിശ്രമായിരിക്കുന്ന കാലയളവിനെ നോക്കി കർത്താവ് മെറ്റഫോർ, ഉപമാനമായി രണ്ട് കാലങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് കടമെടുത്ത് പറഞ്ഞു. ഒന്ന് നോഹയുടെ കാലവും മറ്റൊന്ന് ലോത്തിൻ്റെ കാലവും. ഒന്ന് നോഹയുടെ കാലവും മറ്റൊന്ന് ലോത്തിൻ്റെ കാലവും. നോഹയുടെ കാലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി സ്തോത്രം തിരികെ. നോഹയുടെ കാലവും ലോത്തിൻ്റെ കാലവും എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. നിങ്ങൾ സൂക്ഷ്മദർശിനിയാകുന്ന നിങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി, ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി, നിങ്ങളുടെ മനസ്സിനെ പിടിച്ചിരുത്തി സ്തോത്രം, നിങ്ങളുടെ ബൈബിൾ ഡെസ്കിലും നിങ്ങളുടെ കസേരയിലും ഇരിക്കാതെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ വേദപുസ്തകത്തിലേക്ക് പകരുന്ന ക്രമത്തിൽ ഒന്നാക്കി തീർത്ത് നിങ്ങൾ വായിക്കുന്നെങ്കിൽ ഞാനീ പറയുന്നതിനേക്കാൾ ധാരാളം ആത്മീയ മർമ്മങ്ങളും രഹസ്യങ്ങളും ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ബെരോവയിലെ വിശ്വാസികളെ പോലെയായിരുന്നാട്ട് ഞാൻ പറയുന്നത് മാത്രമാണ് അന്ത്യമെന്ന് പറയാതെ ഇതൊരാരംഭമാണ് എന്ന് മനസ്സിലാക്കി ദൈവകൃപയാൽ അധികം പഠിക്കുവാൻ എല്ലാവരും ഉത്സാഹിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, എന്നെക്കാളും ജ്ഞാനമുള്ളവരാണ്, എന്നെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതൊരു ജസ്റ്റ് ഒരു ഫ്രെയിമായി മാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നോഹയുടെ കാലം, അതുപോലെ ലോത്തിൻ്റെ കാലം. നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം. ഇത് എഴുതിയിരിക്കുന്നത് സ്തോത്രം 4 അധ്യായങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 4, 5, 6 അതുപോലെ 19. ഒരിക്കൽ കൂടെ ഉൽപ്പത്തി പുസ്തകം 4, 5, 6, 19. 19 സ്തോത്രം ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? ലോത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ ലോത്തിനെയും അതെ നോഹയും ലോത്തിനെ കുറിച്ച് ഈ 4 അധ്യായങ്ങളിലാണ് ഈ കാലങ്ങളുമായി നിങ്ങൾക്ക് കമ്പയർ ചെയ്യുവാൻ തക്കോണം കഴിയുന്നത്, താരതമ്യം ചെയ്യുവാൻ തക്കോണം കഴിയുന്നത്. എന്നാൽ നോഹയുടെ കാര്യത്തിൻ്റെ പ്രത്യേകത 4-ാം അധ്യായത്തിലെ മുതൽ നമുക്ക് വായിച്ചു നോക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17 വാക്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17 വാക്യം. ഉൽപ്പത്തി പുസ്തകം 4:17 വായിക്കുമ്പോൾ, കയ്യൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന തൻ്റെ മകൻ്റെ പേരിട്ടു. മകൻ്റെ പേരിൽ സ്തോത്രം ഒരു പട്ടണം പണിതു. 2 പോയിൻ്റ് എനിക്കതിൽ പറയുവാനുണ്ട്. ഒന്ന്, പട്ടണം പണിയേണ്ട ടെക്നോളജി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പട്ടണം പണിയേണ്ട സാങ്കേതിക വിദ്യ ആ പട്ടണത്തിനുണ്ടായിരുന്നു. നമ്പർ 1, നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത സാങ്കേതിക വിദ്യ, സ്തോത്രം, ടെക്നോളജി വർദ്ധിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. സാങ്കേതിക വിദ്യ സ്തോത്രം വർദ്ധിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. ഒരു ഗ്രാമമെന്നല്ല പറഞ്ഞത്, ചില കെട്ടിടങ്ങളെന്നല്ല പറഞ്ഞത്. അബ്രഹാം പാർത്തത് കൂടാരങ്ങളായിരുന്നു. കൂടാരങ്ങൾ എന്നല്ല പറയുന്നത്, പകരം പട്ടണമെന്നാണ്. അബ്രഹാമിൻ്റെ ചരിത്രം നിങ്ങൾ കാണുന്നത് 12-ാം അധ്യായം 1 മുതലാണ്, 11-ന്റെ ലാസ്റ്റ് 12 മുതൽ. അപ്പോൾ എത്രയോ വർഷത്തിന് ശേഷമാണ് അബ്രഹാം സ്തോത്രം കടന്നു വരുന്നത്. അബ്രഹാം പോലും പാർത്തിരുന്നത് കൂടാരങ്ങളായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പാർത്തിരുന്നത് സ്തോത്രം കൂടാരങ്ങളാണ്. പക്ഷേ അതിന് മുൻപേ എന്തുണ്ടായിരുന്നു? ടെക്നോളജി ഉണ്ടായിരുന്നു. എന്തിന്? പട്ടണം പണിവേണ്ട ടെക്നോളജി ഉണ്ടായിരുന്നു. സോ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അന്ന് സ്തോത്രം പണിയുന്ന ടെക്നോളജി ഉണ്ടായിരുന്നു. അർത്ഥം, ഈ കാലവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമാണ് ഇത്. സ്തോത്രം. ടെക്നോളജി വർദ്ധിച്ചിരിക്കുകയാണ്. ടെക്നോളജി വർദ്ധിക്കുക. 100 കണക്കിന് ആൾക്കാർ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും എന്നെ കാണുന്നവരുണ്ടെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കാണുന്നെങ്കിൽ ഈ ലിങ്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് പറയുക, നല്ലൊരു ബൈബിൾ സ്റ്റഡിയാണ്, ദയവായി ജോയിൻ ചെയ്താട്ടെ. ചിന്തിച്ചാട്ടെ, ഒരു 40 വർഷം മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ നമ്മോടൊപ്പം ഇതുപോലെ സ്തോത്രം ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കമ്മ്യൂണിക്കേഷൻ എന്തുമാത്രം വർദ്ധിച്ചു. സൂം മീറ്റിങ്ങിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്നവരെ കണ്ടാണ് ഞങ്ങളൊക്കെ സംസാരിക്കാറുള്ളത്. സോ അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് സാങ്കേതിക വിദ്യ വർദ്ധിക്കുകയുണ്ടായി. എൻ്റെ ചെറുപ്രായത്തിൽ, ഈ മുന്നിൽ നിന്ന് ബഹളം കാണിക്കുന്ന മോൻ്റെ പ്രായത്തിൽ 2ാം ക്ലാസ്സിലോ മറ്റോ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ ആസ്മ വർദ്ധിച്ചു. ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മരിച്ചു പോകും എന്നുള്ള സ്റ്റേജ് എത്തി. അന്നെൻ്റെ പിതാവിന് സ്തോത്രം ടെലിഫോണിൽ ബന്ധപ്പെടാൻ കഴിയത്തില്ല.
അന്ന് സ്തോത്രം ടെലഗ്രാം വഴിയാണ് അറിയിച്ചത്. ടെലഗ്രാം ഓർമ്മയുണ്ടോ? ടെലഗ്രാം ഓർമ്മയുള്ള ഒരു കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. റിയലി സ്തോത്രം, അതെ, ടെലഗ്രാം വഴിയാണ്. എനിക്ക് തോന്നുന്നത് അന്ന് പപ്പയ്ക്ക് ടെലഗ്രാം ലഭിച്ചില്ല. കാരണം അദ്ദേഹം സ്തോത്രം ഒരു ഐലൻഡിലാണ് അന്ന് അബുദാബിക്ക് അടുത്ത് ജോലി ചെയ്തിരുന്നത്. പിന്നെ പിറ്റേ ദിവസം മറ്റുമാണ് ടെലഗ്രാം മറ്റോ കിട്ടിയത്. 4 ദിവസം പിന്നെയും ഞങ്ങൾ കാത്തിരുന്നു സ്തോത്രം പപ്പ കടന്നു വരുവാൻ. അപ്പോൾ സ്തോത്രം അന്നാണെങ്കിൽ അതെ ടെലഗ്രാം അടിച്ച് മണിക്കൂറുകൾ കാത്തിരുന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നെ സ്തോത്രം പപ്പ അറിഞ്ഞ് അതെ 4 ദിവസവും മറ്റുമാണ് എന്നെ കാണാൻ വേണ്ടി അതിരാവിലെ പപ്പ എത്തിയത്. സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ്. ആ നല്ല പ്രഭാതത്തിൽ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചെടുത്ത് നോക്കുമ്പോൾ ആരൻ്റെ പ്രകാശത്തിൽ പപ്പ നിൽക്കുകയാണ്. എന്നിട്ട് സ്തോത്രം എന്നെ തട്ടിയിട്ട് പപ്പ പറഞ്ഞു, പപ്പ വന്നു. എൻ്റെ ആ കുഞ്ഞു മനസ്സിലേക്ക് ആ വലിയ ധൈര്യം ഇറങ്ങി വന്നത് ഞാൻ ഓർക്കുന്നു. അല്ലേ? അപ്പനുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾ നോക്കി അത് ആ പോയിൻ്റിൽ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളാരും അനാഥരല്ല. ആർക്കും നിങ്ങളെ ചവിട്ടി തേക്കാനായി ദൈവം ഇട്ടുകൊടുക്കത്തില്ല. നിങ്ങളെ തൊട്ടാൽ ചോദിക്കാനും പറയുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കേൾക്കണം ദൈവമക്കളെ, സ്തോത്രം. ടെക്നോളജിയാണ് ഞാൻ പറഞ്ഞത്. ആ അവസ്ഥയിൽ നിന്ന് ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്കും ടെക്നോളജി വർദ്ധിച്ച് ഇപ്പോഴാണെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ ഓഡിയോ കോളാണോ വീഡിയോ കോളാണോ അത് വാട്സാപ്പാണോ വൈബറാണോ ബോട്ടീമാണോ ഐ ഡോണ്ട് നോ വേറെ എന്തൊക്കെയുണ്ടെന്ന്, ഫേസ്ബുക്കാണോ മെസ്സഞ്ചറാണോ, സ്തോത്രം എന്തെല്ലാം രീതിയിലാണ് ടെക്നോളജി വർദ്ധിച്ചത്. അങ്ങനെ ജ്ഞാനം വർദ്ധിച്ചതായ ഒരു തലമുറയാണ് സ്തോത്രം ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ഇതുപോലെ ടെക്നോളജി സ്തോത്രം അറിവ് വർദ്ധിക്കുന്ന ഒരു തലമുറ. ഈ അറിവ് വർദ്ധിച്ച ഈ തലമുറയിൽ നോക്കുമ്പോൾ അറിവുള്ളവർ, ചിലർക്ക് വിദ്യാഭ്യാസമുണ്ട് അറിവില്ല. ഒരിക്കൽ കൂടെ, ചിലർക്ക് വിദ്യാഭ്യാസമുണ്ട് അറിവില്ല. അറിവ് വർദ്ധിച്ചു എന്ന് അഹങ്കരിക്കുന്ന ഈ തലമുറയിൽ അറിവുള്ളവർ ഇന്ന് തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അറിവുള്ളവർ മനസ്സിലാക്കട്ടെ, യേശു വേഗം വരികയാണ്. അറിവുള്ളവർ ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ, ഇനിയും സമയമില്ല. ഇന്ന് വൈകിട്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കാമെന്ന് ആര് വിചാരിക്കണ്ട. ചിലപ്പോൾ അതിന് മുൻപ് കർത്താവ് വരുവാൻ സമയമായി. അയ്യോ, നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്, അത് കഴിക്കാൻ പറ്റത്തില്ലെന്ന് ആർക്കൊക്കെയോ വിരോധമുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, എമർജൻസി ഏറ്റവും വേഗത്തിൽ സംഭവിപ്പാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇതുപോലെ അറിവ് വർദ്ധിച്ചു. നോഹയുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അറിവ് വർദ്ധിച്ചു. നമ്പർ 2, രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 19-ാം വാക്യം. രതി വൈകൃതം വർദ്ധിച്ചതായ ഒരു തലമുറയാണ് ഇത്. രതി വൈകൃതം ലൈംഗിക പാപങ്ങൾ വർദ്ധിച്ച ഒരു തലമുറയാണത്. ലൈംഗിക പാപങ്ങൾ വർദ്ധിച്ച ഒരു തലമുറയാണ്. 4-ാം അധ്യായം 19-ാം വാക്യം ശബ്ദം ഉയർത്തി വായിക്കേ. ലാമക്ക് എത്ര ഭാര്യമാരെ എടുത്തു? 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര്. 4-ാം അധ്യായമാണ്. ദൈവം മുഖാമുഖമായി മനുഷ്യനോട് സംസാരിക്കുന്ന കാലമാണ്. സ്തോത്രം. 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഹാനോക്കിനോടുകൂടെ ദൈവം സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ തുടങ്ങി ദൈവം നോഹയോട് സംസാരിക്കുന്നു. 11-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ അബ്രാമിനോട് ദൈവം സംസാരിക്കുന്നു. ആൻഡ് സോ ഓൺ. എത്രയോ പേരോട് ദൈവം മുഖാമുഖമായി സംസാരിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഇതാ ദൈവത്തോട് കൺസൾട്ട് ചെയ്യാതെ, ദൈവത്തോട് ചോദിക്കാതെ, സ്തോത്രം, ദൈവത്തോട് ചോദിക്കാതെ സ്തോത്രം, അതേ ഒരുവൻ ഇതാ 2 ഭാര്യമാരെ എടുത്തിരിക്കുന്നു. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. അതുവരെയും വേദപുസ്തകത്തിൽ അതുവരെയും സ്തോത്രം ഒരാണിന് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വാക്യം മുതൽ പോളിഗമി ലൈഫ് സ്റ്റൈൽ ആരംഭിക്കുകയാണ്. ബഹുഭാര്യാത്വം ആരംഭിക്കുകയാണ്. ബഹുഭാര്യാത്വം സ്തോത്രം. ഇന്ന് അതൊരു കുറ്റമേ അല്ല, ഇന്ന് അതൊരു കുറവേ അല്ല, ഇന്ന് അത് ജീവിതങ്ങളുടെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. മാത്രമല്ല അതിനെ തുടർന്ന് സംഭവിച്ചത് ഇന്ന് ആണിനോടും പെണ്ണിനോടും കൂടെ ശയിക്കുന്ന വല്ലാത്ത ഒരു സോതോമ്യ പാപത്തിലേക്ക് സ്തോത്രം ലോകം കുത്തിയിരിക്കുന്നു. അടുത്തയാഴ്ച നമ്മളത് സോതോമിനെയും ഗോമേരയും കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കാണുവാൻ ഗുണം കഴിയും. പക്ഷേ ദൈവസഭയെ നോക്കി വളരെ കൃത്യമായി പറയട്ടെ, സ്തോത്രം, അത് പോളിഗാമിക്കായി അല്ലെങ്കിൽ സ്തോത്രം ബഹുഭാര്യാത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതായ ഒരു കാര്യം അല്ല.
ദൈവത്തിൻ്റെ പ്രോഗ്രാം അല്ല അത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഹൗവ ഹൗവ വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്തു. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ സ്തോത്രം പൗലോസ് പറയുന്നു, ആദമല്ല പാപം ചെയ്തത്, സ്തോത്രം ഹൗവ വഞ്ചിക്കപ്പെട്ട് ഹൗവയാണ് പാപം ചെയ്തത്, അല്ലേ? ഹൗവ പാപം ചെയ്തു. സോ ഹൗവ പാപം ചെയ്തപ്പോഴേക്കും, എടാ ആദമേ, നീ അല്ല ഇതിന് കാരണമെന്ന് എനിക്കറിയാമെന്ന് ദൈവം പറഞ്ഞില്ല. ദൈവത്തിന് വേണമെങ്കിൽ പറയായിരുന്നു, അവൾ കാരണമല്ലേ നിനക്ക് ഈ ഗതികേടുണ്ടായേ. നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ അങ്ങ് തട്ടിക്കളയാം. അവളെ തട്ടിക്കളഞ്ഞിട്ട് അതുപോലെയുള്ള വേറെ ഒന്നിനെ ഞാൻ നിനക്കിപ്പോൾ സൃഷ്ടിച്ച് തരാം എന്ന് ദൈവം വേറൊരു ഓപ്ഷൻ ഉണ്ടാക്കിയില്ല. നിങ്ങളെങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്തോത്രം. അതെ, ഹൗവയെ തട്ടിക്കളഞ്ഞിട്ട് വേറൊരു അമ്മാമ്മയെ കർത്താവ് ആദാമിന് ഉണ്ടാക്കി കൊടുത്തില്ല. കാരണം സ്തോത്രം, ഉപേക്ഷണത്തെ വെറുക്കുന്നവനാണ് ദൈവം. അതെ, യേശു കർത്താവ് തന്നെ പറഞ്ഞു, മോശയല്ല ഉപേക്ഷണ പത്രം കൊടുക്കാനായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം അത്രേ. അപ്പോൾ കഠിന ഹൃദയരായതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉപേക്ഷണത്തിൽ വീട് നിങ്ങൾ നിന്നത്. സ്തോത്രം. അതെ, അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥം വാക്കും ഭാഷണവും ഇല്ലാതെ ചെയ്യുന്നത് നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഹൃദയം കഠിനമാണ്. സോ നോഹയുടെ കാലം പോലെ ഒരു കാലമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാ പോളിഗാമിക് ജനറേഷൻ, ബഹുഭാര്യാത്വത്തിലേക്കും ബഹുഭർത്തൃത്വത്തിലേക്കും സ്തോത്രം ഇറങ്ങി തിരിച്ചിരിക്കുന്ന വഴി വിട്ടുള്ളതായ ജീവിതശൈലിയുള്ള ഒരു തലമുറ. നമുക്കറിയാം, വിവാഹമെന്ന് പറയുന്നത് പരിപാവനമാണ്. വിവാഹമെന്ന് പറയുന്നത് സ്തോത്രം ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ആദ്യത്തെ സ്ഥാപനമാണ്. സഭയല്ല ദൈവം ആദ്യം ഉണ്ടാക്കിയത്, കുടുംബജീവിതമാണ് ദൈവം ആദ്യം ഉണ്ടാക്കിയത്. സ്തോത്രം. അതിനെ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ യോജിപ്പിക്കുന്നത് MBBS അല്ല, BTech അല്ല, അമേരിക്കൻ ഗ്രീൻ കാർഡല്ല, വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പൗരത്വമല്ല, ജോലിയല്ല, പണമല്ല. അവർ യോജിപ്പിക്കുന്ന ദൈവമാണ് യോജിപ്പിക്കുന്നത്. കേട്ടോ? രാമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവം യോജിപ്പിക്കുന്ന ഹോളി മാട്രിമണി, ദൈവം യോജിപ്പിക്കുന്ന വിശുദ്ധ വിവാഹമാണ്. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് എല്ലാ വിവാഹങ്ങളും നമ്മൾ 3 പ്രാവശ്യം സഹോദരന്മാർക്ക് കൊണ്ട് വായിപ്പിച്ച് പറയുന്ന. ആകയാൽ ദൈവം യോജിപ്പിച്ചവനെ മനുഷ്യൻ വേർപിരിക്കല്ല. അപ്പോൾ യോജിപ്പിക്കുന്നവരാരാണ്? ദൈവമാണ്. ഫെവിക്കോളല്ല, സ്തോത്രം മഞ്ഞച്ചരടല്ല, ഒരു താലിമാലയല്ല, ഒരു മോതിരമല്ല, പകരം ദൈവമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ യോജിപ്പിക്കുന്നത്. അതൊരു കവനൻ്റാണ്, അതൊരു ഉടമ്പടിയാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? അതൊരു ഉടമ്പടിയാണ്. സ്തോത്രം. ഞാനാകുന്ന ഞാൻ, നീയാകുന്ന നിന്നെ, ഇന്നു മുതൽ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഉടമ്പടി ഉണ്ടല്ലോ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. സ്തോത്രം. ആ ഉടമ്പടി അടുത്ത് കേൾക്കുന്ന ഈ മനുഷ്യനെ നോക്കിയല്ല, അല്ലെങ്കിൽ ആ സ്ത്രീയെ നോക്കിയല്ല പറയുന്നത്, ദൈവത്തെ നോക്കിയാണ് പറയുന്നത്, അല്ലേ? ദൈവത്തെ നോക്കിയാണ്. അപ്പോൾ അത് ദൈവത്തെ നോക്കി പറഞ്ഞു എങ്കിൽ ദൈവത്തെ പറഞ്ഞ് പറ്റിക്കല്ല്, ഉടമ്പടി മുറിക്കല്ല്, ഉടമ്പടി തകർക്കല്ല്. റോമാലേഖനം 1-ാം അധ്യായം 29-30 വാക്യങ്ങളെന്നാണ് എൻ്റെ ഓർമ്മ. കവനന്റ് ബ്രേക്കേഴ്സ്, ഉടമ്പടി ലംഘിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യ മരണത്തിന് പാപം എന്ന് പറയുമ്പോൾ സ്തോത്രം, ഈ തലമുറയിൽ അത് സർവ്വവ്യാപി ആയിരിക്കുന്നു. 31 റോമർ 1:31 കവനന്റ് ബ്രേക്കേഴ്സ്, നിയമലംഘികൾ എന്ന് തിരുവചനത്തിൽ പറയുന്നത്. റോമർ 1:31 നിയമലംഘികൾ. മറന്നുപോകല്ല, അറിഞ്ഞുകൂടാത്ത ജനത്തിന് മുഴുവൻ ഇത് പറഞ്ഞു കൊടുക്കണം. ദൈവം വെറുക്കുന്നതാണ്. ദൈവം വെറുക്കുന്നത് പ്രവർത്തിക്കുന്നവർ എവിടെ കാണത്തില്ല? കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കലും കാണത്തില്ല. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞവരുണ്ട്, വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ട്. നിങ്ങളെല്ലാവരും നോക്കി ദൈവകൃപയാൽ പറയട്ടെ, സ്തോത്രം. വിവാഹം എന്ന് പറയുന്ന കുഞ്ഞുകളിയല്ല. അതെന്താണ്? അത് കർത്താവിൻ്റെ സന്നിധിയിലുള്ള നിയമമാണ്. സ്തോത്രം. ഇത് കർത്താവ് തന്നിരിക്കുന്നത്, ഈ പുസ്തകം കർത്താവ് തന്നിരിക്കുന്നത്, അതെ സ്തോത്രം, പ്രസംഗിച്ച് കേൾക്കാനല്ല. ഇത് കർത്താവ് തന്നിരിക്കുന്നത് സ്തോത്രം പ്രസംഗിക്കാനല്ല, പകരം ഇത് കർത്താവ് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം ഇതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞു. സോ 1 ടെക്നോളജി, അറിവ് വർദ്ധിച്ചതായ ഒരു തലമുറ. 2 ഒരു പോളിഗോമിക് ജനറേഷൻ, സ്തോത്രം ലൈംഗികത വർദ്ധിച്ചതായ ഒരു തലമുറ. 4:21 വായിച്ചേ. ആ നോഹയുടെ കാലം, അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത. ഉൽപ്പത്തി 4:21 നോക്കിയേ. ഉൽപ്പത്തി 4:21 അവൻ്റെ സഹോദരൻ യൂബാൽ എന്ന് പേർ, അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ആൻഡ് ഹിസ് ബ്രദേഴ്സ് നെയിം വാസ് ജുബേൽ. ഹി വാസ് ദ ഫാദർ ഓഫ് സച്ച് എ ഹാൻഡിൽ ഹാർപ്പ് ആൻഡ് ഓർഗൻ. ഹാർപ്പ് ആൻഡ് ഓർഗൻ, ദാറ്റ് മീൻസ് സംഗീത ഉപകരണങ്ങൾ ആരംഭിക്കുകയാണ്. സോ ആ തലമുറയുടെ പ്രത്യേകത സംഗീതത്തിൻ്റെ അതിപ്രസരണം. ഞാൻ അതിനെങ്ങനെ വ്യാഖ്യാനിക്കട്ടെ? എൻ്റർടൈൻമെൻറ്റ്, മനുഷ്യനെ രസിപ്പിക്കുന്നതായ എൻ്റർടൈൻമെൻറ്റ്. ഞാനും സംഗീതം കേൾക്കുന്നവനാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ എത്രയോ പാട്ടുകൾ
ഞാൻ ഇരിക്കുന്നതായ റൂമിൽ സ്തോത്രം എപ്പോഴും ഇങ്ങനെ കേട്ടിട്ടിരിക്കും. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സംഗീതമുണ്ട്. പക്ഷേ ഞാൻ കേട്ടത് വേൾഡ്ലി മ്യൂസിക്കല്ല, സ്പിരിച്വൽ മ്യൂസിക്കാണ്. ആമേൻ, സ്തോത്രം, സ്പിരിച്വൽ മ്യൂസിക്കാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അന്നൊക്കെ ഉള്ളതായ എത്രയോ ആൾക്കാരുടെ സ്തോത്രം പാട്ടും വെച്ചിട്ടാണ് കിടക്കുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മമ്മിയിൽ നിന്ന് ഭയങ്കരമായിട്ട് അടി കിട്ടിയിട്ടുണ്ട്, വഴക്കും കിട്ടിയിട്ടുണ്ട്. 2 സ്പീക്കർ ചെവിയുടെ 2 വശത്തും കിടന്ന് അത്രയ്ക്ക് അഡിക്റ്റായിരുന്നു ഞാൻ. മ്യൂസിക് അഡിക്റ്റാണ്. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ സ്തോത്രം വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്കും ദൈവകൃപയാൽ ആ അഡിക്ഷനെ കർത്താവ് പൊട്ടിച്ച് ദൈവകൃപയാൽ ഇപ്പോൾ സ്തോത്രം ദൈവവചനം മാത്രം പാടുന്നത് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. അതും യേശു എന്ന പദമില്ലാത്ത പാട്ട് എനിക്കിഷ്ടമല്ല, അത് ഞാൻ കേൾക്കത്തില്ല. യേശുവിൻ്റെ രക്തം, സ്വർഗം, നിത്യത, ദൈവമഹത്വം, ഇതൊന്നുമില്ലാത്ത പാട്ട് ഞാൻ കേൾക്കത്തില്ല. ചില പാട്ടുകൾ, മോഡേൺ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ബ്ലസ് മീ, ഹഗ് മീ, മേക്ക് മീ ഹാപ്പി, ഈ പരിപാടിയൊന്നും ഞാൻ എടുക്കത്തില്ല. സ്തോത്രം. ക്രിസ്തു ഇല്ലാത്ത ഒരു പരിപാടിക്ക് ഞാനില്ല. യേശുവല്ല, ക്രിസ്തുവല്ല പാട്ടുകൾ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. സ്തോത്രം. ഓക്കെ, അതെൻ്റെ കാര്യം വിട്ടേരെ. പക്ഷേ വിഷയം ഇതാണ്, നോഹയുടെ കാലം. സ്തോത്രം. എൻ്റർടൈൻമെൻറ്റ്, സ്പോർട്സ് ഒരു എൻ്റർടൈൻമെൻറ്റാണ്, സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റാണ്, അതുപോലെ മ്യൂസിക് എൻ്റർടൈൻമെൻറ്റാണ്. നോഹയുടെ കാലം പോലെ എൻ്റർടൈൻമെൻറ്റിൽ അഡിക്റ്റായിരിക്കുന്നതായ സ്തോത്രം അതെ സുഖിയന്മാരുടെ ഒരു തലമുറയായി തീർന്നു. മ്യൂസിക്കിന് അഡിക്റ്റായിരിക്കുന്ന കുട്ടികളുണ്ടാവും. പല കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ, മ്യൂസിക്കിന് അഡിക്റ്റായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. സ്തോത്രം കേൾക്കണം. ഭൂരിപക്ഷം മ്യൂസിക്കും ഹോളിവുഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്താനി ആരാധനയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം മ്യൂസിക്കുകൾ ഇന്നും സ്തോത്രം ഹോളിവുഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ചില പ്രത്യേക ഹേർട്സ് എന്ന് പറയും, മനുഷ്യൻ്റെ ചെവിക്ക് നേരിട്ട് കേൾക്കാൻ കഴിയാത്തതായ ചില പ്രത്യേക ശബ്ദവീചികൾ, അത് മനുഷ്യൻ്റെ ചെവിക്ക് ഉന്നതമായതുകൊണ്ട് ചെറുതായിട്ടുള്ളത്, അത് സാത്താന്യ ആരാധനകളുമായിട്ട് മിക്സ് ചെയ്താണ് അത് വിടുന്നത്. നമ്മളൊരു 10 ഹല്ലേലൂയ അത് വീട്ടിലിരുന്ന് പറയുമ്പോൾ സ്തുതിക്കേണ്ടതായിട്ടുള്ള ആരാധിക്കേണ്ടതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുങ്ങി വരുന്നത് പോലെ, 2 പാട്ട് പാടുമ്പോൾ തന്നെ അന്തരീക്ഷം മാറുന്നത് പോലെ മനസ്സിലാക്കണമേ. ഈവിൾ ആയിട്ടുള്ള സാത്താന്യമായ ആരാധന ഇതൊന്നും അറിയത്തില്ല, ഇതൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങളുടെ റൂമിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം മലിനമാകുകയാണ്. അവിടെ സാത്താന്യ ശക്തികൾ ഇൻവേഡ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ശ്രീലങ്കയിൽ ഒരു കാര്യം നടന്നു. സ്തോത്രം. ഒരു ചെറുക്കൻ അപ്പനുമ്മയും വീട്ടിലില്ലാത്ത സമയത്ത്, അക്കാലത്ത് കാസറ്റ് പ്ലേ ചെയ്തു. ആ കാസറ്റ് അന്ന് റോക്ക് മ്യൂസിക്കിൽ ഒരാൾ പാടുകയാണ്, കിൽ യുവർ ഫാദർ, കിൽ യുവർ മദർ, കിൽ യുവർ ഫാദർ, കിൽ യുവർ മദർ. അപ്പനെ കൊല്ല്, അമ്മയെ കൊല്ല്. കൊലപാതകത്തിൻ്റെ പാട്ട് സെക്കുലർ മ്യൂസിക് കേൾക്കുകയാണ്. അവനത് കേട്ടിരിക്കുമ്പോൾ അറിയാതെ ഒരു കൊലപാതകത്തിൻ്റെ ആത്മാവ് തൻ്റെ അകത്ത് കയറി ബുദ്ധി അഫലമായി പോയി, ബുദ്ധി നഷ്ടപ്പെട്ടു. സ്തോത്രം. ഡബിൾ ബാരൽ തോക്ക് വീട്ടിലുണ്ടായിരുന്നു. കാരണം അവൻ്റെ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് വേട്ടയ്ക്ക് പോകുമായിരുന്നു. മാതാപിതാക്കൾ വരാൻ വേണ്ടി അവൻ കാത്തിരുന്നു. മാതാപിതാക്കൾ വന്ന് കയറിയതും ആ തോക്ക് അവരെ നേരെ നീട്ടി അവരെ 2 പേരെയും വെടിവെച്ച് കേട്ട് നാട്ടുകാർ ഓടി വന്ന് നോക്കിയപ്പോഴും രക്തത്തിൽ കുളിച്ച് അപ്പനും അമ്മയും കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ആ കൊച്ചിനെ കൊണ്ടുപോയി മണിക്കൂറുകൾ പലത് കഴിഞ്ഞപ്പോഴാണ് ബുദ്ധി മടങ്ങി വന്നപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഇവിടെ എന്നെ ഇരുത്തിയിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നീ അപ്പനെ കൊന്നോ, അമ്മയെ കൊന്നോ. എങ്ങനെയാണ് അപ്പനെ കൊല്ലേണ്ട അമ്മയെ കൊല്ലേണ്ട വാസന വന്നത്? ആ പാട്ട് കേട്ടപ്പോഴാണ് വന്നത്. സ്തോത്രം. ശ്രദ്ധിച്ചോളാം. നിങ്ങൾ കാണുന്ന ഫിലിംസ് ഏതൊക്കെയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മൂവീസ് എന്തൊക്കെയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ എന്തൊക്കെയാണ്? സ്തോത്രം. നിങ്ങൾ എത്ര നേരമാണ് ടി വിയുടെ മുൻപിൽ ഇരിക്കുന്നത്? ഒരു ക്രിക്കറ്റ് കളി കടന്നു വന്നാൽ, ഒരു IPL വരുന്നു, അല്ലെങ്കിൽ ഒരു വൺ ഡേ വരുന്നു, ഒരു ടെസ്റ്റ് വരുന്നു, സ്തോത്രം, എത്ര മണിക്കൂറാണ് നിങ്ങളുടെ ടി വിയുടെ മുമ്പിൽ അതെ സ്തോത്രം സ്പെൻഡ് ചെയ്യുന്നത്? അങ്ങനെ മണിക്കൂറോളം ദിവസങ്ങളോളം ടി വിയുടെ മുൻപിൽ ഇരിക്കുന്നവരോട് ഞാൻ തിരിച്ചു വയ്ക്കട്ടെ, എത്ര മണിക്കൂറാണ് ഈ വിശുദ്ധ പുസ്തകത്തിന് മുമ്പിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? മണിക്കൂറോളം മറ്റുള്ളവരോട് സ്തോത്രം അതെ ഫോണിൽ സംസാരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, മണിക്കൂറോളം ഫോണിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര മണിക്കൂറാണ് വേദപുസ്തകത്തിന് മുൻപിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? പ്രാർത്ഥനയല്ല ഞാൻ പറഞ്ഞത്, ബൈബിളിൻ്റെ മുൻപിൽ എത്ര നേരമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? കാരണം വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അത് ജലമാണ്, അത് നിങ്ങളെ കഴുകുന്നതാണ്. ഈ ലോകത്തിൽ സ്തോത്രം ഫോണിലൂടെ അമ്മമാർ പറയുന്നതായ ഗോസിപ്പുകളെ സകലതിനെയും നിങ്ങളിൽ നിന്ന് കഴുകിക്കളഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ നിങ്ങൾ നിർത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ് സ്തോത്രം നിങ്ങൾക്ക് വേണ്ടിയത്. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ്, സ്തോത്രം, എൻ്റർടൈൻമെൻറ്റ്. നോഹയുടെ കാലം പോലെ ഒരു കാലം. സ്തോത്രം. ആദ്യത്തെ ഓർഗൻ പ്ലേ ചെയ്തത് നോഹയുടെ കാലത്താണ്.
ആദ്യത്തെ ഹാർപ്പ്, ആദ്യത്തെ സ്തോത്രം കിന്നരം പ്ലേ ചെയ്തത് നോഹയുടെ കാലത്താണ്. സ്തോത്രം. അതെ. സോ അങ്ങനെ എൻ്റർടൈൻമെൻറ്റിൻ്റെ തലമുറയായിപ്പോയി ആ തലമുറ. യേശു കർത്താവ് പറഞ്ഞു, അങ്ങനെയുള്ള ഒരു കാലത്ത്, എൻ്റർടൈൻമെൻറ്റിൽ അഡിക്റ്റ് ആയിരിക്കുന്ന കാലത്തായിരിക്കും ആര് വരുന്നത്? യേശു കർത്താവ് കടന്നു വരുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രി എന്തോ മലയാളത്തിൽ എന്തോ നിങ്ങൾ പറയുന്നത്? ഇൻഡസ്ട്രി വ്യവസായ വിപ്ലവം ഉണ്ടാകുന്ന ഒരു കാലമായിരുന്നു. 4:22 വായിച്ചു. ഉൽപ്പത്തി 4:22. വ്യവസായ വിപ്ലവം. സില്ല തൂബൽ കയ്യിനെ പ്രസവിച്ചു. ഉൽപ്പത്തി 4:22. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീരുന്നു. ഇല്ലാത്ത വെപ്പൺസ് ഉണ്ടാകുകയാണ്, ഇല്ലാത്ത ഉപകരണങ്ങൾ ഉണ്ടാകുകയാണ്. അതുവരെ ഇല്ലാത്ത ഉപകരണങ്ങൾ, ചെമ്പ് കൊണ്ടുള്ളതാ, ഇരുമ്പ് കൊണ്ടുള്ളവ, ചെമ്പുള്ളവ, ഇരുമ്പുള്ളവ. നോക്കിയാട്ടെ, ലോഹങ്ങളെ എക്സ്ട്രാക്ട് ചെയ്ത് സ്തോത്രം പുതിയ ആയുധങ്ങൾ, പുതിയ ടെക്നോളജീസ് ഉണ്ടാകുകയാണ്. സ്തോത്രം. അത് iPhone 17 നിങ്ങൾ മേടിച്ചു വെച്ചാൽ 6 മാസം കഴിയുമ്പോൾ അത് പഴയതാകും. ഒരിക്കൽ കൂടെ iPhone 17 നിങ്ങൾ മേടിച്ചു വെച്ചാൽ 6 മാസം കഴിയുമ്പോൾ പഴയതാകും. കാര്യം എന്താ? 18 iPhone 18 ഇറങ്ങുകയാണ്. 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങുകയാണ്. പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് കടന്നു വരികയാണ്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അടുത്തത് മാർക്കറ്റിൽ സ്തോത്രം എത്തിക്കഴിഞ്ഞു. സോ അത്രത്തോളം സ്തോത്രം ടെക്നോളജി, അത്രത്തോളം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്തോത്രം വർദ്ധിക്കുകയാണ്. എന്നും പുതിയതിനു വേണ്ടി. എന്നാൽ ആ സമയത്ത് സഭ എങ്ങനെയാണ് സ്തോത്രം ആയിരിക്കേണ്ടത്? സഭ എന്തിനു വേണ്ടി ആയിരിക്കണം? പുതിയ ഫോൺ വരുന്നു, പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നു, പുതിയ ടെക്നോളജികൾ വരുമ്പോൾ സഭ എന്ത് ചെയ്യുന്നു? സഭ കൈയും കെട്ടി വെറുതെ ഇരിക്കില്ല. പുതിയ ദൂതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കണം. ഹല്ലേലൂയ. പുതിയ ഇൻസ്ട്രുമെൻറ്റ്സിന് വേണ്ടി അവരായിരിക്കുമ്പോൾ ഒരിക്കലും പഴക്കം വരാത്ത പുസ്തകമാണത്. ഖമോൺ, ഒരിക്കലും പഴക്കം വരാത്ത പുസ്തകം. ലോകത്തുള്ള ഏത് പുസ്തകത്തിന് അപ്ഡേഷൻ ആവശ്യമാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിന് അപ്ഡേഷൻ ആവശ്യമില്ല. ആകാശം ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വചനം. പുല്ലുണങ്ങിയാലും പൂവാടിയാലും നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അയ്യോ, പുതിയ ഫോണാണ്, പുതിയ കമ്പ്യൂട്ടറാണ്, പുതിയ ലാപ്ടോപ്പാണ്, പുതിയ യുദ്ധോപകരണങ്ങളാണ്, പുതിയ മിസൈലും ബോംബുമൊക്കെയാണ് എന്ന് പറയുമ്പോൾ ചർച്ച കൈയും കെട്ടി വെറുതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ചർച്ച പറയണം, യെസ്, നൂറ്റാണ്ടുകളായി ആരും പറഞ്ഞിട്ടില്ലാത്ത പുതിയ ദൂത് പറവാൻ ഞങ്ങളുടെ അധരത്തിന് ശക്തിയുണ്ട്. ആരും പാടാത്ത പുതിയ പാട്ട് എനിക്കുണ്ട്. ആമേൻ. 40-ാം സങ്കീർത്തനം 3-ാം വാക്യം നിങ്ങൾക്കറിയാം. അവൻ്റെ വായിൽ പുതിയ പാട്ട് നൽകി. സോ പുതിയ പാട്ട് നമുക്കുണ്ട്, പുതിയ ദൂത് നമുക്കുണ്ട്. അതുകൊണ്ട് സ്തോത്രം, പുതിയതിൻ്റെ പിന്നാലെ ജനം പരക്കം പായുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയെ പിടിച്ചു നിർത്തുവാൻ, പുതിയ തലമുറയെ പിടിച്ചു നിർത്തുവാൻ കർത്താവിൻ്റെ കൃപയാൽ പുതിയ കൊക്കമ്പിച്ച് കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പുതിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിപ്പാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഏതോ 50 വർഷം മുമ്പ് 60 വർഷം മുമ്പ് ആരോണ്ടോ പറഞ്ഞതിൻ്റെ ആവർത്തനമല്ല പറയേണ്ടത്. ഞാനിങ്ങനെ പറയും, മറ്റുള്ളവൻ്റെ ഏക്കോയല്ല നിങ്ങളായിരിക്കേണ്ടത്. മറ്റുള്ളവൻ പറഞ്ഞു വിട്ടതിൻ്റെ എച്ചിലല്ല നിങ്ങൾ വിളമ്പേണ്ടത്. പകരം ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ പ്രാപിച്ച് നിത്യം ജീവിപ്പാൻ. ആരും അറിയാത്തത് ദൈവത്തിൻ്റെ കൃപയാൽ. മന്ന എല്ലാ ദിവസവും രാവിലെ പുതുതായിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ കൃപയാൽ ടെക്നോളജി വർദ്ധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ റെവലേഷൻ്റെ, വെളിപ്പാടിൻ്റെ പുതിയ ഉറവകൾ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ജനത്തിന്മേൽ സ്തോത്രം തുറക്കപ്പെടുമാറാകട്ടെ. ഈ കരങ്ങളെ അടിച്ച് ശക്തിയോടെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിച്ചേ. സോ സാങ്കേതിക വിദ്യ വർദ്ധിക്കുന്നു, പോളിഗാമി, ലൈംഗിക പാപങ്ങൾ വർദ്ധിക്കുന്നു, എൻ്റർടൈൻമെൻറ്റ് വർദ്ധിക്കുന്നു, വ്യവസായ വിപ്ലവങ്ങൾ വർദ്ധിക്കുന്നു. മറ്റൊരു മാനസികമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഇതെല്ലാം പുറമേ നടക്കുമ്പോൾ മനസ്സ് സ്തോത്രം 4-ാം അധ്യായം 23-24, 4-ാം അധ്യായം ഉൽപ്പത്തി 4:23-24 നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-24 ശബ്ദമുയർത്തി വായിച്ച ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും ശില്പിയും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ലാമക്കിൻ്റെ ഭാര്യമാരെ എൻ്റെ വചനത്തിന് വേണ്ടി ചെവി തരുവിൻ. എന്താണ്? എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെയും കൊല്ലും. അതെ, ഒരിക്കൽ കൂടെ 23-ാം വാക്യ അവസാന ഭാഗം. സ്തോത്രം. എൻ്റെ ചെവി തരുവിൻ, എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെയും കൊല്ലും. പിന്നെ 24-ാം വാക്യം, കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. സ്തോത്രം. 77. അതിൻ്റെ അർത്ഥം പ്രതികാരത്തിൻ്റെ ഒരു തലമുറ. പ്രതികാരത്തിൻ്റെ ഒരു തലമുറ. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത അതൊരു പ്രതികാരത്തിൻ്റെ ഒരു തലമുറയാണ്. പ്രതികാരം. ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല,
ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. ഞാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ അതിന് പകരം ചോദിക്കും എന്ന് പറയുന്ന പ്രതികാരത്തിൻ്റെ തലമുറ. മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ അങ്ങനെ പ്രതികാരത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയാണ് ഈ തലമുറ. ഈവൻ പാസ്റ്റർമാർ പോലും. അപ്പോൾ പിന്നെ വിശ്വാസികളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഈവൻ പാസ്റ്റർമാർ പോലും. സ്തോത്രം. അപ്പോൾ വിശ്വാസികളുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പലരും ജീവിക്കുന്നത് പ്രതികാരത്തോടെയാണ്. നല്ല കാര്യങ്ങളൊന്നും ഓർക്കത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ളതായ പ്രതികാരത്തിൻ്റെ കാര്യങ്ങൾ അവർ നോക്കാം. മോനെ ആ 23-ാം വാക്യം ഒരിക്കൽ കൂടെ കാണിച്ച്. അവനെപ്പോഴാണ് എനിക്ക് പരിക്ക് തന്നത്? അവനെപ്പോഴാണ് എനിക്ക് മുറിവ് തന്നത്? അവനെപ്പോഴാണ് എനിക്ക് പരിക്ക് തന്നതെന്ന് സ്തോത്രം വളരെ നല്ല ഓർമ്മയുണ്ട്. അവനെന്തുവാണ്, എവിടെ വെച്ചാണ് എന്തോ പറഞ്ഞു, നല്ല ഓർമ്മയുണ്ട്. നല്ല കാര്യമൊന്നും ഓർമ്മയില്ല. അതിനുശേഷം ആയിരക്കണക്കിന് നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഫൈറ്റ് ഫോർ ദ ഫൈനൽ, അന്ത്യത്തിനായി പൊരുതാം. ഓർമ്മയുണ്ടോ? ആ പ്രസംഗം ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ചുമ്മാ കൈ ഉയർത്തല്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞേ? പറഞ്ഞവരെ പറ. അങ്ങനെ കൈ ഉയർത്തിയാൽ പറ്റത്തില്ല. പറ, ആരെക്കുറിച്ചാണ് പറഞ്ഞേ? അവിടെ പോയില്ലേ നമ്മൾ? അപ്പോൾ കള്ളം പറയുന്നവർ വന്നിട്ടുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ഉള്ള അഡ്രസ്സ് പോയില്ലേ? അപ്പോൾ നോക്ക്, ഫൈറ്റ് ഫോർ ദ ഫൈനൽ. ഓർമ്മയുണ്ടോ? സമയം തോറ്റു, നമ്മൾ ജയിച്ചു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അതൊന്നും ഓർമ്മയില്ല. മറ്റേ പറഞ്ഞത് ഓർമ്മയുണ്ട്. മറ്റേ സ്തോത്രം മുറിവ് ഏൽപ്പിച്ചത് ഓർമ്മയുണ്ട്. മറ്റേ പരിക്ക് പറ്റിയത് ഓർമ്മയുണ്ട്. അപ്പം പരിക്കേൽപ്പിച്ചത് നല്ല ഓർമ്മയാണ്. എവിടെ വെച്ച് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ ലിറ്റിൻ്റെ 2ാമത്തെ കഥകിൻ്റെ ഇപ്പുറത്ത് വെച്ചാണ് പറഞ്ഞത്. ആ സ്റ്റെപ്പ് കയറി വന്നപ്പോഴാണ് പറഞ്ഞത്. ഹാളിൻ്റെ ഈ തൂണിൻ്റെ ഇവിടെ വെച്ചാണ് പറഞ്ഞത്. ഈ തിന്മയെല്ലാം സ്തോത്രം നല്ല ഓർമ്മയാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വൈറസുകൾ ഡിലീറ്റായി പോകട്ടെ. ഹല്ലേലൂയ. സത്താൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, എത്ര നന്മകൾ ഒരാൾ ചെയ്താൽ ആ നന്മയെ ഓർപ്പിക്കത്തില്ല. അവൻ കാണിക്കുന്ന സകല തിന്മയും ഞാൻ മറക്കത്തില്ല. ആ പുള്ളിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ പുള്ളിയെ എനിക്കിഷ്ടമല്ല. അതോടെ ഞാൻ പുള്ളിയെ വെറുത്തു. അപ്പോൾ ജീവിക്കുന്നത് വെറുപ്പിലാണ്, ജീവിക്കുന്നത് കയ്പിലാണ്. അകത്ത് കിടക്കുന്നത് എന്താണ്? വെറുപ്പാണ്. അകത്ത് കിടക്കുന്നത് കയ്പിലാണ്. അകത്ത് ജീവിക്കുന്നത് പ്രതികാരത്തിലാണ്. ഒരിക്കൽ കൂടെ പറയാം, എക്സ്ട്രാ പൈസ വേണ്ട, ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. അകത്ത് കിടക്കുന്നത് വെറുപ്പാണ്. ആ പുള്ളിയെ എനിക്കിഷ്ടമല്ല. അകത്ത് കിടക്കുന്നത് കയ്പാണ്. അകത്ത് കിടക്കുന്നത് പ്രതികാരമാണ്. അവനെനിക്കെതിരെ കയ്പ്, അവനെനിക്കെതിരെ മുറിവ് തന്നു, അവനെനിക്കെതിരെ പരിക്ക് തന്നു. അതുകൊണ്ട് കയ്പാണ്, പ്രതികാരമാണ്. സ്തോത്രം. അതെ, പരിക്കാണ്, കയ്പാണ്. അൺഫോർഗിവ്നെസ്, ബിറ്റർനെസ്. കയ്പിലാണ് ജീവിക്കുന്നത്, പ്രതികാരത്തിലാണ് ജീവിക്കുന്നത്. സ്തോത്രം. അതുപോലെയുള്ളതായ അതെ തിന്മകളിലാണ് ജീവിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുക, മനുഷ്യൻ എത്ര വലിയവനാണെങ്കിലും, എത്ര വലിയ പ്രാർത്ഥനക്കാരാണെങ്കിലും, എത്ര വലിയ വിളിയും തിരഞ്ഞെടുപ്പുള്ളവരാണെങ്കിലും, എത്ര വലിയ ആഗ്രഹങ്ങൾ ജീവിക്കുന്ന, ആത്മീയ ആഗ്രഹങ്ങൾ ജീവിക്കുന്നെങ്കിലും, എത്ര വലിയ ദർശനങ്ങൾ ജീവിക്കുന്നവരെങ്കിലും, ഇങ്ങനെയുള്ള പ്രതികാരത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ, കയ്പിൽ ജീവിച്ചാൽ, പകയിൽ ജീവിച്ചാൽ, സ്തോത്രം, അത് നഷ്ടം നിങ്ങൾക്കായിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വലിയ വലിയ പാസ്റ്റർമാരെ നഷ്ടപ്പെട്ടു പോകുന്നത്. വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. പ്രതികാരത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, കയ്പിലാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് പേരുടെ കാര്യം ഒരിക്കൽ കൂടെ പറയാം. ദാവീദിൻ്റെ കാലമാണ്. ദാവീദിൻ്റെ രാജധാനിയിൽ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ 2 പേർ നഷ്ടപ്പെട്ടു പോയി. ഒന്ന് അഹീത്തോഫേൽ എന്ന സ്തോത്രം മനുഷ്യൻ. അഹീത്തോഫേൽ നാഷണൽ കൗൺസിലർ ആയിരുന്നു, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആലോചനക്കാരനായിരുന്നു. സ്തോത്രം. ദാവീദ് എങ്ങനെ ഭരിക്കണമെന്ന് ദാവീദിൻ്റെ തൊട്ടടുത്ത് നിന്ന് ആലോചന പറഞ്ഞു കൊടുക്കുന്നവനായിരുന്നു അഹീത്തോഫേലിൻ്റെ ശബ്ദം ദൈവശബ്ദം പോലെയായിരുന്നു. ഒരിക്കൽ കൂടെ, അഹീത്തോഫേലിൻ്റെ ശബ്ദം ദൈവശബ്ദം പോലെയായിരുന്നു. ശ്രദ്ധിക്കണം. അഹീത്തോഫേൽ വാ തുറക്കുമ്പോൾ ദാവീദ് ഉൾപ്പെടെയുള്ളതായ രാജ്യത്തിൻ്റെ പ്രജകൾ ശ്രദ്ധിക്കുമായിരുന്നു. അഹീത്തോഫേൽ അത്ര ഭയങ്കര സ്തോത്രം ആലോചനക്കാരനായിരുന്നു. പക്ഷേ അഹീത്തോഫേൽ നശിച്ചു പോയി. അഹീത്തോഫേൽ നശിച്ചത് ഇതേ ദാവീദിന് എതിരെയുള്ളതായ കയ്പ് നിമിത്തം അഹീത്തോഫേൽ തൂങ്ങിച്ചത്തു. ആർക്ക് പോയി? ദാവീദിന് പോയില്ല, അഹീത്തോഫേലിന് പോയി. അഹീത്തോഫേൽ സ്തോത്രം കയ്പിൽ ജീവിച്ചതുകൊണ്ട് അഹീത്തോഫേൽ നഷ്ടപ്പെട്ടു. മറ്റൊന്ന് നാഷണൽ ഇൻഫ്ലുവൻസറായിരുന്നു. രാജ്യത്തെ സ്തോത്രം സ്വാധീനിക്കുന്നവരായിരുന്നു അബ്ഷലോം കരിവേലകത്തിൽ മൂടി ചുറ്റി അബ്ഷലോമും നഷ്ടപ്പെട്ടു പോയി. ഞാൻ നിങ്ങൾക്ക് വാണിംഗായി നൽകുന്നു. നിങ്ങൾ ഒത്തിരി പേർ ജീവിക്കുന്നത് കയ്പിലാണ്. നിങ്ങൾ ഒത്തിരി പേർ ജീവിക്കുന്നത് പകയിലാണ്. നിങ്ങൾ ഒത്തിരി പേർ ജീവിക്കുന്നത് പ്രതികാരത്തിലാണ്. വിട്ടുകളയണം. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേർ അഭിഷേകം പ്രാപിക്കാത്തത് കയ്പിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ തന്നെ ഒരമ്മച്ചി വരാം. സ്തോത്രം. എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കും.
ഒന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, മറ്റേ വേദന എന്ന് പറഞ്ഞ് സ്തോത്രം അത് പ്രാർത്ഥന പറയാൻ പരിശുദ്ധാത്മാവ് നിറയണം. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നപ്പോൾ തീങ്കൽ കരഞ്ഞ ചണനൂൽ പോലെ സകല ബന്ധനങ്ങളും അത് എരിഞ്ഞു പോയി. ബന്ധനങ്ങൾ എരിഞ്ഞു പോകണ പരിശുദ്ധാത്മാവ് വരണം. രോഗശക്തികൾ, ബലഹീനതകൾ, ആവശ്യമില്ലാത്ത വേദനകൾ, സ്തോത്രം, ഇതൊക്കെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങിയാൽ തന്നെ എണീക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള രോഗക്കുപ്പിയായിട്ടല്ല നീ ജീവിക്കേണ്ടത്. രോഗത്തിൻ്റെ കുപ്പിയായില്ല, നീ ദൈവത്തിൻ്റെ ഔഷധ കുപ്പിയാണ്. ഒരിക്കൽ കൂടെ, നീ രോഗക്കുപ്പിയല്ല, പകരം നീ ഔഷധക്കുപ്പിയായിട്ടാണ് ദൈവത്തിൻ്റെ കൃപയാൽ ജീവിക്കേണ്ടത്. ഈ ഔഷധക്കുപ്പിയായി ജീവിക്കണമെങ്കിൽ ഗിലെയാദിൻ്റെ കുഴമ്പിൻ്റെ സാന്നിധ്യം നിൻ്റെ അകത്ത് വ്യാപരിക്കണമെങ്കിൽ അകത്ത് കയ്പും പകയും ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. സ്തോത്രം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പല പാസ്റ്റർമാരും മീശ എടുക്കാൻ പറയും, ആഭരണം മാറ്റാൻ പറയും, വെള്ളവസ്ത്രം ഇടാൻ പറയും. പക്ഷേ യേശു അപ്പച്ചൻ പറഞ്ഞത് വെളിയിൽ കട്ടിങ് ആൻഡ് ഷേവിങ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, നിൻ്റെ ആകം ശരിയാകണം, നിൻ്റെ ആകാൻ ശരിയാകണം. പക്ഷേ ഇവിടെ ഇതാ സ്തോത്രം ലാമക്ക് പറയുകയാണ്, അതെ, പ്രതികാരം പറയുകയാണ്. അവൻ എനിക്ക് മുറിവ് തന്നു, അവൻ എനിക്ക് സ്തോത്രം പരിക്ക് തന്നു. അപ്പോൾ മുറിവിന് തന്ന് എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഞാൻ ഒരു യുവാവിനെയും കൊല്ലുമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. എനിക്കൊരു മുറിവേ ഉണ്ടായിട്ടുള്ളൂ, അതിന് ഞാൻ തിരിച്ച് മുറിവ് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. സ്തോത്രം. എനിക്ക് പരിക്കിന് പകരം ഞാൻ തിരിച്ച് പരിക്ക് കൊടുക്കും എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറയുന്നതേ തെറ്റ്. സ്തോത്രം. യവൻ തന്നതിന് അങ്ങേയറ്റം അവൻ വേണ്ട, ഞാനവനെ കൊല്ലും. അയ്യോ ബ്രദറെ, ഞങ്ങളോട് അതൊന്നും പറയല്ലേ, ഞങ്ങൾ ആരെയും കൊല്ലത്തൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ കമ്പിയുമില്ല, പാരയുമില്ല, വാളുമില്ല, തോക്കുമില്ല. ഓക്കെ, അതെല്ലാം വാസ്തവമാണ് ദൈവമക്കളെ. ഇന്നത്രയാ ജനുവരി മാസം 21-ാം തീയതി. ജനുവരി മാസം 21-ാം തീയതി ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ സ്റ്റഡിക്കാൻ വന്നിരിക്കുന്നത്. ഈ 21-ാം തീയതി ഞങ്ങളുടെ കയ്യിൽ പാരയുമില്ല, കമ്പിയുമില്ല, വെട്ടുകത്തിയില്ല, ബോംബുമില്ല, മിസൈലില്ല, ഞങ്ങൾ ആരെയും കൊല്ലത്തില്ല എന്ന് പറയുന്നെങ്കിൽ, പക്ഷേ അതിനേക്കാൾ മാരകമായ ഒന്ന് നിങ്ങളുടെ പല്ലിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ പേരാണ് നാവ്. സ്തോത്രം. സഹോദരനെ മറവിടങ്ങളിൽ വെച്ച് കൊന്നുകളയുന്ന വിഷമുള്ളതായ ഒരു നാവ്. കമാണ്. അതിനെന്താ സ്തോത്രം പറയത്തെ? സഹോദരന്മാരെ കൊന്നുകളയുന്ന, ദൈവമക്കളെ കൊന്നുകളയുന്ന, അയ്യോ എത്രയോ വിശ്വാസികളെ പള്ളിയിൽ വരാതാക്കുന്ന, എത്രയോ പേരെ തകർത്ത് കളയുന്ന, എത്രയോ പേർക്ക് ഇടർച്ച വരുത്തുന്ന, സ്തോത്രം, എത്ര വലിയ ന്യായവിധിയാണ് നിൻ്റെ മേൽ പെയ്തിറങ്ങുന്നതെന്ന് അറിയാമോ? ദുഃഖത്തോടെ പറയട്ടെ. കാരണം ഇത് സർക്കസ് കമ്പനിയല്ല, ഇത് വിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ്, ദൈവത്തിൻ്റെ സഭയാണ്. ഹല്ലേലൂയ. വീട്ടിലൊക്കെ ഇരുന്ന് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന വലിയ മഹാന്മാരും മഹതികളും ഇതൊക്കെ കേട്ട് രക്ഷിക്കപ്പെടണം. ഇല്ലെങ്കിൽ നരകത്തിൽ കിടന്ന് തന്തൂരിയായി പോകും. ഹല്ലേലൂയ. നിത്യതയാണ് വിഷയം. യേശു വരുന്നു. നീ ജീവിക്കേണ്ടത് പകയിലല്ല, നീ ജീവിക്കേണ്ട പ്രതികാരത്തിലല്ല, നീ ജീവിക്കേണ്ടത് കോപത്തിലല്ല, നീ ജീവിക്കേണ്ടത് പ്രതികാരത്തിൽ, അത് അൺഫർഗിവ്നെസ്സിലല്ല. സ്തോത്രം. അവൻ ജീവിക്കുന്നത് അതായിരുന്നു. അവൻ പറഞ്ഞു, അവൻ എനിക്ക് പരിക്ക് വരുത്തിയോ, അവൻ എനിക്ക് മുറിവ് വരുത്തിയോ, അവരെ ഞാൻ കൊല്ലും, ഞാൻ ഒരു പാഠം പഠിപ്പിക്കുവാന്. അവൻ പ്രതികാരം കൈകാര്യം ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. രണ്ട് കാര്യം നമ്മൾ തൊടല്ല. പ്രതികാരം നമുക്കുള്ളതല്ല, രണ്ട് മഹത്വം നമുക്കുള്ളതല്ല. കർത്താവ് പറഞ്ഞു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. സ്തോത്രം. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. സ്തോത്രം. നമുക്കെതിരെ ധാരാളം സ്തോത്രം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നവരുണ്ട്, നമ്മളെ ഉറക്കം നഷ്ടപ്പെടുന്നവരുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഉടനെ ആ കേസ് കെട്ട് നമ്മൾ വയ്ക്കല്ല, നേരെ മേലേക്ക് കൊടുത്തോളാം. കാര്യം ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കൊടുത്ത് കർത്താവ് മിണ്ടാതിരുന്നു. കാര്യം ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കൊടുത്ത് കർത്താവ് മിണ്ടാതിരുന്നു. അതുകൊണ്ടാണ് യേശു അപ്പച്ചൻ്റെ കല്ലറ തുറന്നത്. അവൻ തന്നെത്താൻ പിടിച്ചിട്ട് പ്രതികാരത്തിലിരുന്നെങ്കിൽ, ക്ഷമിക്കാതിരുന്നെങ്കിൽ യേശു കർത്താവ് ഉയർക്കത്തില്ലായിരുന്നു. ഫാദർ ഫോർഗിവ് ദം, ദേ ഡു നോട്ട് നോ വാട്ട് ദേ ഡു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. അതെ, യേശു കർത്താവ് ജീവിച്ചത് ഫോർഗിവ്നെസ്സിലായിരുന്നു, ക്ഷമയിലായിരുന്നു. പക്ഷേ ലാമക്ക് അതല്ലായിരുന്നു. നോഹയുടെ കാലം പ്രതികാരത്തിൽ ജനം ജീവിച്ചതായ ഒരു ദിവസമാണ്. കയ്പിലും പ്രതികാരത്തിന് ചെയ്യുക. സോ ഇന്നങ്ങനെയാണ് മിക്കവാറായിരിക്കുന്നത്. വിശ്വാസികൾ പോലും ക്ഷമിക്കത്തില്ല. ഭാര്യ വീട്ടുകാരത്ത് ക്ഷമിക്കത്തില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരത്ത് ക്ഷമിക്കത്തില്ല. ജീവിക്കുന്നത് കഷായ കുപ്പിയായിട്ടാണ് ജീവിക്കുന്നത്. ദൈവം പണ്ടേ അനുഗ്രഹിക്കാൻ വേണ്ടി ഇറങ്ങി വെക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ മുഴുവൻ കഷായം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ കയ്പ് കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. കമോൺ, മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാറ് വീഴണം. ദൈവത്തോട് പറയണം. വേറെ പാസ്റ്റർമാർ നിനക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ ഈ പാസ്റ്റർ പറഞ്ഞു തരികയാണ്, ഈ ദേവദാസൻ പറയുകയാണ്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നീ അനുഗ്രഹിക്കപ്പെടാനാണ്, നീ വിശാലത പ്രാപിക്കാനാണ്, നീ വളരാനാണ്, നിൻ്റെ ആത്മീയ വളർച്ച ഉണ്ടാകാൻ, നിൻ്റെ പ്രാർത്ഥനാ ജീവിതം നന്നാകാൻ, നീ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ.
നീ സ്തോത്രം വെഞ്ചൻസിൽ, പ്രതികാരത്തിലല്ല ജീവിക്കേണ്ടത്. ആ നാളുകളുടെ പ്രത്യേകതയായിരുന്നു, പ്രതികാരത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അത്. സ്തോത്രം. ദെൻ മറ്റൊരു കാര്യം, അവിടെ തല മറന്ന് എണ്ണ തേക്കുന്നത് പോലെ തങ്ങളുടെ സ്ഥാനം മറന്ന ഒരു തലമുറയായിരുന്നു അത്. തല മറന്ന് എണ്ണ തേക്കുന്നത് പോലെ തങ്ങളുടെ സ്ഥാനം മറന്നതായ ഒരു തലമുറയായിരുന്നു നോഹയുടെ കാലം. സ്ഥാനം മറന്ന തലമുറ. 6-ാം അധ്യായത്തിലേക്ക് വന്നേ, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 6-ാം അധ്യായത്തിലേക്ക് വന്നേ. 6-ാം അധ്യായം 1 മുതൽ 4 വരെ. 6-ാം അധ്യായം 1 മുതൽ 4 വരെ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാക്കും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കിരുത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. 1-ാം വാക്യം ഒരിക്കൽ കൂടെ കാണിച്ച്. സ്തോത്രം. മനുഷ്യർ ഭൂമിയിൽ പെരുതി തുടങ്ങിയപ്പോൾ അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്നത് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഇവരെയും ഭാര്യമാരായി എടുത്തു. ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് ആവർത്തിച്ച് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ദൂതന്മാരെക്കുറിച്ചാണ്. സോ ദൂതന്മാർ, സ്തോത്രം, അതെ, ഭാര്യമാരായി, സ്തോത്രം, സ്ത്രീകളെ തിരഞ്ഞെടുത്തു. മനുഷ്യ സ്ത്രീകളെ തിരഞ്ഞെടുത്തു. എല്ലാവരും പറഞ്ഞാട്ടെ, സ്ത്രീകൾ. സ്ത്രീകളെ ദൈവത്തിൻ്റെ ദൂതന്മാർ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ദൂതന്മാർ, സ്തോത്രം, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നെഴുതിയിരിക്കുന്ന 3 റെഫറൻസ്, സ്തോത്രം, നിങ്ങൾക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണാൻ തക്കോളം കഴിയും. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം നമുക്കൊരുമിച്ച് വായിച്ച് പോകാം. 1:6. ഇയ്യോബ് 1:6. ഒരു ദിവസം ദൈവത്തിൻ്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവിടെ കൂട്ടത്തിൽ സാത്താന് ചെന്നു. അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നെഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ചാണ്. എഗെയിൻ 2-ാം അധ്യായം 1-ാം വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. പിന്നെയും ഒരു ദിവസം ദൈവത്തിൻ്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ആര് ചെന്നു? സാത്താനും കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ചാണ്. 3-ാമത്തെ റെഫറൻസ് എനിക്ക് പറയാനുള്ളത് 38-ാം അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 7-ാം വാക്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 7-ാം വാക്യം. അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിൻ്റെ മൂലക്കല്ലിൽ ഇട്ടവനാർ. 8-ാം വാക്യം, 8-ാം വാക്യം, ഗർഭത്തിലെന്ന പോലെ അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ ഉല്ലസിപ്പിച്ചപ്പോൾ എന്നെഴുതി. 6-ാം വാക്യം. 6-ാം വാക്യം 38-ന്റെ 6. ഇംഗ്ലീഷിൽ അത് 7ആണ്, മലയാള വേദപുസ്തകത്തിൽ അത് 6-ാമത്തെ വാക്യമാണ്. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ആരാണ്? ദൈവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. അപ്പോൾ ദൈവമായ കർത്താവ്, സ്തോത്രം, അതെ, സൃഷ്ടി ആരംഭിച്ച സമയത്ത് ആരാണ് ഉല്ലസിച്ചത്? ദൈവത്തിൻ്റെ പുത്രന്മാർ. അന്ന് മനുഷ്യരുണ്ടായിരുന്നോ? ഇല്ല. അന്നുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. മനസ്സിലാകുന്നവർ ആമേൻ പറയും. സോ ഈ കോണ്ടസ്റ്റിൽ അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നെഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ചാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1:6, 2:1, 38:6. ഇംഗ്ലീഷ് ബൈബിളിൽ 7ആണ്. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ റെഫർ ചെയ്ത് നോക്കിയത് കൊണ്ട് 7 എഴുതിപ്പോയി. ആക്ച്വലി മലയാള വേദപുസ്തകത്തിൽ അത് 6ആണ്. സ്തോത്രം. ഇയ്യോബ് 1:6, ഇയ്യോബ് 2:1, ഇയ്യോബ് 38:7, 38:6. ഈ 3 ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ പുത്രന്മാർ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ആ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് സംഭവിച്ചതായ കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ മുഖാമുഖമായി അവരെ കണ്ടിട്ടിരുന്നവരാണ്. പക്ഷേ ഭൂമിയിൽ മനുഷ്യരിതാ പെരുകി തുടങ്ങി. അവർക്കിതാ സ്ത്രീകളുണ്ടായി, അഥവാ പുത്രിമാരുണ്ടായി. ആ പുത്രിമാരുണ്ടായപ്പോൾ ആ പുത്രിമാരെ കണ്ട് ഫാസിനേറ്റഡായി, അവരുടെ മനസ്സ് ഇളകി, അല്ലെങ്കിൽ ഫാസിനേറ്റഡായി ആഗ്രഹിച്ച്, സ്തോത്രം, അവരുടെ അടുക്കലേക്ക് കടന്നുപോയി. അവരിൽ, സ്തോത്രം, മക്കളുണ്ടായി. ഞാനതിനിങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. തങ്ങളുടെ സ്ഥാനം അവർ മറന്നവർ. അവരുടെ സ്ഥാനം മറന്നവർ. നിങ്ങൾക്കെല്ലാവർക്കും ഓരോ സ്ഥാനമുണ്ട്. ഭാര്യമാരെന്ന സ്ഥാനമുണ്ട്, ഭർത്താക്കന്മാരെന്ന സ്ഥാനമുണ്ട്, പിതാവെന്ന സ്ഥാനമുണ്ട്, മാതാവെന്ന സ്ഥാനമുണ്ട്, സ്തോത്രം, മക്കളെന്ന സ്ഥാനമുണ്ട്, ദാസന്മാരെന്ന സ്ഥാനമുണ്ട്. എനിക്ക് ദൈവം തന്നിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യം. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ഈ സ്ഥാനം നമ്മൾ സൂക്ഷിക്കണം. ഈ സ്ഥാനം ആരാ തന്നേ?
ദൈവമാണ് തന്നത്, ദൈവമാണ് തന്നത്. അപ്പോൾ ദൈവം തന്നതായ ഒരു സ്ഥാനത്തെ വേറെ ആര് വിചാരിച്ചാലും സ്തോത്രം അതിനെ തട്ടിപ്പറിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, ദൈവം തന്നതായ ഒരു സ്ഥാനത്തെ ആര് വിചാരിച്ചാലും അതിനെ തെറിപ്പിക്കാൻ കഴിയത്തില്ല. എത്ര 10,000-കണക്കിന് വിശ്വാസികളുണ്ടെങ്കിലും സ്തോത്രം, എത്ര വിദ്യാഭ്യാസമുള്ളവരാകട്ടെ, സൗന്ദര്യമുള്ളവരാകട്ടെ, പണമുള്ളവരാകട്ടെ, ആര് വന്നാലും ദൈവമാണ് ഒരു സ്ഥാനത്ത് ദൈവം നിങ്ങളെ നട്ടെങ്കിൽ, ദൈവം നിങ്ങളെ ഉറപ്പിച്ചെങ്കിൽ ആർക്കും അതിനെ തട്ടിത്തെറിപ്പിക്കാൻ തക്കൊന്നും കഴിയത്തില്ല. പിന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം മലയാളി അല്ലാത്തത് കൊണ്ട് ഇവിടത്തെ ഇരുത്തിയാൽ ദൈവം എഴുന്നേൽപ്പിച്ച് വിടത്തില്ല. പോയി 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 സ്തോത്രം. ദൈവം മനസ്സ് മാറത്തില്ല. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവം എന്താണ്? ദൈവം മനസ്സ് മാറത്തില്ല. ദൈവം മനസ്സ് മാറത്തില്ല. ദൈവം മനസ്സ് മാറത്തില്ല. കാരണം ദൈവം ഇന്നലെയും ഇന്നും നാളെയും ദൈവം കാണുന്നവനാണ്. ദൈവം നമ്മുടെ അകവും പുറവും ദൈവം കാണുന്നവനാണ്. സ്തോത്രം. പുള്ളിയുടെ തനി നിറം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് സ്തോത്രം മനുഷ്യർ പറയുമായിരിക്കും. എൻ്റെ ദൈവത്തിന് പണ്ടേ മനസ്സിലായിരിക്കുക. മനസ്സിലായോ? ദൈവത്തിന് നമ്മളെ പണ്ടേ മനസ്സിലായില്ല. ദൈവം അതുകൊണ്ടാണ് വിശ്വസിച്ചെന്ന് വിളിച്ച് നമ്മളെ ഇതിനു വേണ്ടി ഏൽപ്പിച്ചത്. ഹല്ലേലൂയ. വേറെ പലർക്കും കൊടുക്കാത്തത് ദൈവം നമുക്ക് തന്നത് അവരെക്കാൾ നമ്മൾ മോശമായതുകൊണ്ടല്ല, അവരെക്കാൾ നമ്മൾ ബെറ്റർ ആയതുകൊണ്ടാണ്. ദെർ ഇസ് നോ ഡൗട്ട്. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് തന്നു. അഫ്കോഴ്സ് പലർക്ക് ചോദിച്ചു, പലർക്ക് ദൈവം കൊടുത്തില്ല. പലരും ഉപവസിച്ചു, പലർക്ക് ദൈവം കൊടുത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അവർക്കില്ലാത്തത് ദൈവം നിനക്ക് തന്നെങ്കിൽ എന്തോ നിനക്ക് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. അത് കൃപയാൽ തന്നു, ദാറ്റ്സ് ഓൾ. പക്ഷേ നീ ബെറ്ററാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നീ വിലയേറിയവനാണ്, നീ മാന്യനാണ്. മനുഷ്യൻ പലപ്പോഴും നിനക്ക് സ്തോത്രം, നിനക്ക് മനുഷ്യർക്ക് നീ ചിലപ്പോഴും ചവിട്ടുമെത്തിയായിരിക്കാം. പക്ഷേ ദൈവം പറയും, നോവേ, നിന്നെ ഞാൻ വിലയേറിയവനെ മാന്യനെന്ന് തന്നെ ഇരിക്കുന്നു. നിന്നെ ഞാൻ വിലയേറിയവനെ മാന്യനെന്ന്. സോ അവഗണിക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ, അപമാനിക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ സ്തോത്രം ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. സോ ആ സ്റ്റാറ്റസ്, ആ സ്ഥലം ദൈവമാണ് തന്നത്. അപ്പോൾ എത്ര സാത്താൻ വിചാരിച്ചാലും, എത്ര മനുഷ്യൻ വിചാരിച്ചാലും, നോവേ, കൊയറിലുള്ള ഒരു കുട്ടിയാകട്ടെ, സെൻട്രൽ സ്കൂളിലിരിക്കുന്ന ടീച്ചറാകട്ടെ, ഒരു യൂത്ത് ലീഡറാകട്ടെ, ദൈവം വിചാരിച്ചാലേ മാത്രമേ ഒരാളിനെ ആ സ്ഥലം നഷ്ടപ്പെടുത്തുള്ളൂ. അല്ലാതെ സാത്താൻ വിചാരിച്ചാലും മനുഷ്യൻ വിചാരിച്ചാലും ഒരിക്കലും സ്തോത്രം അത് നഷ്ടപ്പെടത്തില്ല. പിന്നെ ആ സ്ഥലം നഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഞാൻ ഒരിക്കൽ കൂടെ വ്യക്തമായിട്ട് പറയാം. ദൈവം ഒരു സ്ഥലം തന്നാൽ ദൈവം ഒരിക്കലും ഇറക്കി വിടത്തില്ല. ഒരിക്കൽ കൂടെ, ദൈവം ഒരു സ്ഥലം തന്നാൽ, ഒരു സ്ഥാനം തന്നാൽ ദൈവം ഒരിക്കലും ഇളക്കി വിടത്തില്ല. മനുഷ്യനെ സാത്താനും കൂടെ വിചാരിച്ചാലും അത് തെറിപ്പിക്കാൻ തക്കോണം കഴിയത്തില്ല. പിന്നെ അത് നഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. അതാണ് വീണുപോയ ദൂതന്മാർക്ക് സംഭവിച്ചത്. വീണുപോയ ദൂതന്മാരെ സംഭവിച്ചത് അതാണ്. സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ അവർക്കെന്താ സംഭവിച്ചത്? സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ സ്തോത്രം അവർ വീണുപോയി. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ച്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. 2 പത്രോസ് 2:4. അവിടെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയ്ക്ക് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ കൽപ്പിക്കുകയും. അപ്പോൾ സ്വന്തം സ്തോത്രം സ്ഥാനം സൂക്ഷിക്കാതെ നഷ്ടപ്പെട്ട അവരെന്ത് ചെയ്തു? അവർ പാപം ചെയ്തു എന്നാണ് തിരുവചനം പറയുന്നത്. യൂദയുടെ ലേഖനം 6-ാം വാക്യം കൂടെ വായിച്ച്. യൂദയിൽ ഒരധ്യായമേ ഉള്ളൂ. യൂദയുടെ ലേഖനം 6-ാം വാക്യം. യൂദയുടെ ലേഖനം ആദ്യം 6-ാം വാക്യം. അതിൽ വളരെ കൃത്യമായി ആ പദം നിങ്ങൾക്ക് കാണാൻ കഴിയും. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ നോക്കിയേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, ബട്ട് ലെഫ്റ്റ് ദെയർ ഓൺ ഹാബിറ്റേഷൻ. അവിടെ ഹാബിറ്റേഷൻ നഷ്ടപ്പെട്ടവർ, തങ്ങൾക്ക് ദൈവം കൊടുത്തിരുന്ന ഒരു ഹാബിറ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു വാസസ്ഥലമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, ഒരു സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനം നഷ്ടപ്പെടുത്തി. സ്തോത്രം. ഈ സ്ത്രീകളെ കണ്ടപ്പോൾ ദൂതന്മാർക്ക് എന്താ സംഭവിച്ചത്? അവർ ആ സ്ഥാനം നഷ്ടപ്പെടുത്തി. സോ നോഹയുടെ തലമുറയുടെ പ്രത്യേകത ഏതാണ്ട് തങ്ങളുടെ സ്ഥാനം സ്തോത്രം നഷ്ടപ്പെടുത്തുന്നവർ. സഹോദരന്മാരെ, ഇതാണ് ദൂത്. ദൈവം നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തിൽ വിശ്വസ്തരായിരിക്കുക. അത് നഷ്ടപ്പെടുത്തല്ല. ദൈവം നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം നിങ്ങളുടെ വിളി അനുസരിച്ച്, നിങ്ങളുടെ അഭിഷേകം അനുസരിച്ച് ദൈവത്തിന് ഉപയോഗിക്കുക. സ്ഥാനം സ്തോത്രം നഷ്ടപ്പെടുത്തല്ല. യൂദയ്ക്ക് ദൈവം കൊടുത്ത ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. യേശു കർത്താവ് 12 അപ്പോസ്തലന്മാരെ 12 മണിക്കൂർ പ്രാർത്ഥിച്ചാണ് തിരഞ്ഞെടുത്തത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, 12 മണിക്കൂർ, ഒരു ഹോൾ നൈറ്റ്, മുഴുവൻ രാത്രി പ്രാർത്ഥിച്ചാണ് 12 സ്തോത്രം അപ്പോസ്തലന്മാരെ കർത്താവ് പ്രാർത്ഥിച്ചെടുത്തത്. ഓരോ മണിക്കൂർ ഓരോ അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസിന് 1 മണിക്കൂറായിരിക്കാം, യാക്കോബിന് 1 മണിക്കൂറായിരിക്കാം, യോഹന്നാന് 1 മണിക്കൂറായിരിക്കാം. അതേപോലെ 1 മണിക്കൂർ പ്രാർത്ഥന സ്തോത്രം യൂദയ്ക്കും കിട്ടി.
പത്രോസിന് കിട്ടിയ അതേ മെൻറ്റർഷിപ്പാണ് യൂദയ്ക്കും കിട്ടിയത്. മറ്റു അപ്പോസ്തലന്മാർക്ക് കിട്ടിയ അതേ ലീഡർഷിപ്പാണ് യൂദയ്ക്കും കിട്ടിയത്. സോ യൂദയുടെ പ്രധാനപ്പെട്ട സ്തോത്രം മിസ്റ്റേക്കായിരുന്നു, അവന് ആ സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുള്ളത്. അഫ്കോഴ്സ് അവൻ നശിച്ചു പോകേണ്ടവനായിരുന്നു. സോ ഇതുപോലെ ഒരു സ്ഥലത്ത് ദൈവരാജ്യത്തിൽ ദൈവകൃപയാൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ ആ സ്ഥാനമനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയേ പറ്റത്തുള്ളൂ. ആ സ്ഥാനമനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണം. കാരണം സ്തോത്രം ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറയട്ടെ. സോ ഒരു അപ്പോസ്റ്റൽ ജീവിക്കുന്നത് പോലെയല്ല, ഒരു അപ്പോസ്റ്റലിൻ്റെ ലൈഫ് സ്റ്റൈലല്ല ഒരു പ്രവാചകൻ, ഒരു പ്രവാചകൻ്റെ ലൈഫ് സ്റ്റൈലല്ല ഒരു ഇടയൻ, ഒരു ഇടയനെ പോലെയല്ല ഒരു സുവിശേഷകൻ. നിങ്ങളുടെ അനോയിന്റിങ് എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിളി എന്താണോ, നിങ്ങളുടെ വിളി അനുസരിച്ചായിരിക്കും സ്തോത്രം അത് നിങ്ങളുടെ ജീവിതം ശൈലിയായിരിക്കേണ്ടത്. പക്ഷേ ഈ ദൂതന്മാരുടെ പ്രത്യേകത, അവർ ദൂതനായിട്ട് ദൈവസന്നിധിയിലായിരിക്കേണ്ടവരായിരുന്നു. പക്ഷേ അവിടെ സ്റ്റാറ്റസ്, അവിടെ ജീവിത നിലവാരം നോക്കിയല്ലവരായത്. സ്തോത്രം അതേ സാഹചര്യം കണ്ടപ്പോഴേക്കും അവരുടെ അവസ്ഥ മാറിപ്പോയി. നിങ്ങളെങ്ങനെയാണോ ആയിരിക്കുന്നത്? സാഹചര്യം അനുസരിച്ചാണോ നിങ്ങളാകുന്നത്? സാഹചര്യം അനുസരിച്ചാകുന്നത്. സാഹചര്യം അനുസരിച്ചാകുന്ന ഒരുത്തൻ്റെ പേരാണ് വെള്ളം പോലെ തുളുമ്പുന്നവൻ. വെള്ളം പോലെ തുളുമ്പും സാഹചര്യം. ഒരു മഗ്ഗിൻ്റെ രൂപത്തിലാണ് വെള്ളം ഇരിക്കുന്നതെങ്കിൽ മഗ്ഗിൻ്റെ ഷേപ്പിലായിരിക്കും വെള്ളം ഇരിക്കുന്നത്. ഒരു ബക്കറ്റിലെങ്കിൽ ബക്കറ്റിൻ്റെ ഷേപ്പിലിരിക്കും വെള്ളം. സ്തോത്രം. ഒരു കപ്പിലെങ്കിൽ കപ്പിൻ്റെ ഷേപ്പിലായിരിക്കും, ഒരു ഗ്ലാസ് എങ്കിൽ ഗ്ലാസ് ആയിരിക്കും. സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിലേക്ക് ആയിത്തീരുകയാണ്. ഒരു ദൈവപൈതൽ അങ്ങനെയല്ല. സാഹചര്യം നിന്നെയല്ല കോസ് ചെയ്യേണ്ടത്, നീ സാഹചര്യത്തെയാണ് കോസ് ചെയ്യേണ്ടത്. സ്തോത്രം. സാഹചര്യം നിങ്ങളിലല്ല കയറേണ്ടത്, സാഹചര്യത്തെ ജയിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ ജീവിക്കുന്ന ദൈവപൈതലാണ് എങ്കിൽ സാഹചര്യം എന്നെ ഇങ്ങനെയാക്കി എന്നല്ല പറയേണ്ടത്, സാഹചര്യത്തെ ഞാൻ ഇങ്ങനെയാക്കി. ഹല്ലേലൂയ. സാഹചര്യത്തെ ജയിക്കുന്നവനാണ് ആത്മീയൻ. സാഹചര്യത്തെ ജയിച്ചിരുന്നെങ്കിൽ ആ ദൂതന്മാർ വീഴത്തില്ലായിരുന്നു. പക്ഷേ അവർ സാഹചര്യത്തിൽ അവർ വീണുപോയി. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞേ. അവർ സാഹചര്യത്തിൽ വീണുപോയി. അയ്യോ, ഇപ്പോൾ ബൈബിൾ സ്റ്റഡിയാണ്, എല്ലാവരും എന്നെ നോക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല, എല്ലാവരും കാണുന്നത് കൊണ്ട് പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നതല്ല വിശുദ്ധൻ. എല്ലാവരും കാണുന്നു അതുകൊണ്ട് പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നവനല്ല വിശുദ്ധൻ. പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ പേരാണ് വിശുദ്ധൻ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ എന്തോ നീ ഫോണിൽ കാണുന്നത്? ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത്? നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? നിൻ്റെ മനസ്സിൻ്റെ നിലവാരം എന്താണ്? നിൻ്റെ പ്രൈവറ്റ് ലൈഫ് സർക്കിൾ എന്താണ്? സ്തോത്രം. പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപത്തിൽ നകന്ന് നടക്കുന്നെങ്കിൽ സ്തോത്രം അവൻ്റെ പേരാണ് വിശുദ്ധൻ. സോ ആ ദൂതന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ സ്തോത്രം അതെ ആ സാഹചര്യത്തിന് അടിമപ്പെട്ടു. സ്തോത്രം. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു പിടിക്കാം. സ്തോത്രം. 8ാമത്തെ കാര്യം നിങ്ങൾക്ക് കാണാൻ കൊണ്ട് കഴിയുന്നത് 6-ാം അധ്യായം 11, 12, 13 വാക്യം വായിക്കുമ്പോൾ ഇറ്റ്സ് എ ജനറേഷൻ ഓഫ് വയലൻസ്. അത് സ്തോത്രം വയലൻസിൻ്റെ സ്തോത്രം അതിക്രമത്തിൻ്റെ ഒരു സ്തോത്രം തലമുറയായിരുന്നു. 6-ാം അധ്യായം 11, 12, 13. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുൻപാകെ വഷളായി. ഭൂമി ആ അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. സോ ടോട്ടൽ വയലേഷനാണ് അവിടെ നടക്കുന്നത്. വയലേഷൻ്റെ റിസൾട്ടാണ് വയലൻസ്. ഒരിക്കൽ കൂടെ, വയലേഷൻ്റെ റിസൾട്ടാണ് വയലൻസ്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. വയലേഷൻ എന്താണ്? സ്തോത്രം. ഒരു റൂൾ ഉണ്ടായിരുന്നു, ഒരു നിയമം ഉണ്ടായിരുന്നു, ആ നിയമം ലംഘിച്ചു. ആ നിയമം ലംഘിക്കുമ്പോഴേക്കും ആ തലമുറ എന്തായിത്തീരുന്നു? വയലൻസിൻ്റെ തലമുറയായിത്തീരുന്നു. ഒരിക്കൽ കൂടെ, ഒരു നിയമമുണ്ട് സ്തോത്രം. ആ നിയമത്തെ ലംഘിക്കുമ്പോൾ അത് അതിക്രമത്തിൻ്റെ സ്തോത്രം അതേ തലമുറയായിത്തീരുന്നു. സോ നിയമത്തെ ലംഘിച്ചു. ആദാമിന് ഒരു നിയമം ഉണ്ടായിരുന്നു. ഹൗവയ്ക്ക് സ്തോത്രം ആദാം പറഞ്ഞു കൊടുത്ത ഒരു നിയമം ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ ആദാമിന് ഒരു നിയമം ഉണ്ടായിരുന്നു. ഈ വൃക്ഷത്തിൻ്റെ ഫലത്തെ സ്തോത്രം അതേ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നിശ്ചയമായിട്ടും ആദാം അത് ആർക്ക് പറഞ്ഞു കൊടുത്തിരിക്കും? പറഞ്ഞാട്ടെ. ഹൗവയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കും. പക്ഷെ പാമ്പ് വന്ന് പറഞ്ഞപ്പോഴേക്കും സ്തോത്രം പാമ്പ് വന്ന് പറഞ്ഞപ്പോഴേക്കും ഈ പുള്ളിക്കാർ ചിന്തിക്കേണ്ട കാര്യം ഇതായിരുന്നു. ഈ പുള്ളിക്കാർ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. നിൽക്കണേ, ഏതായാലും നീ ഇങ്ങനെ പറയുന്നല്ലോ, ഒരു സെക്കൻഡ് ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്ന് ചോദിക്കട്ടെ. നിൽക്കണേ, എനിക്കൊരു അധികാരിയുണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നതിന്? സ്തോത്രം. നിൽക്കണേ, എനിക്കൊരു അതോറിറ്റിയുണ്ട്. ഞാൻ അതോറിറ്റിക്ക് മേലെയല്ല, ഞാൻ അതോറിറ്റിക്ക് കീഴെയാണ്. ഒരിക്കൽ കൂടെ, ഞാൻ അധികാരത്തിന് മേലെയല്ല, ഞാൻ അധികാരത്തിന് കീഴേ.
ഇല്ല, ഞാനിവിടുത്തെ മറ്റേ ബൈബിൾ ഗുണ്ടയാണ്, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന് പറയുന്നതിൻ്റെ പേരാണ് പ്രൈഡ്. ഞാൻ തീരുമാനിക്കും, ഞാൻ നടത്തും, അതിൻ്റെ പേരാണ് നിഗളം. ഒന്നാമത്തെ പാപം, സ്തോത്രം, സകല പാപത്തിൻ്റെയും മാതാവ് അതാണ്. ഞാൻ തീരുമാനിക്കും, ആരോട് ചോദിക്കാൻ, എൻ്റെ കാര്യം ഞാനങ്ങ് നടപ്പിലാക്കും. സ്തോത്രം, അതാണ്, അതിൻ്റെ പേരാണ് ലൂസിഫറിസം. അത് സാത്താന്യമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പോലും ഈ ഭൂമിയിൽ നടന്നപ്പോൾ സ്വന്തം ഇഷ്ടത്തിനല്ല നടന്നത്. ഞാൻ വെയിറ്റ് ചെയ്യാം, തലേന്ന് ഹൃദയത്തോട്ട് ഇറങ്ങട്ടെ. യേശു കർത്താവ് 33.5 വർഷം സ്വന്തം ഇഷ്ടത്തിനല്ല നടന്നത്. വിണ്ണിൽ നിന്ന് മണ്ണിൽ നടന്ന ഏതവനുണ്ടോ? വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് കാലുകുത്തിയതും അവൻ നടന്നത് പിതാവിൻ്റെ ഹിതത്തിലാണ് നടന്നത്. മണ്ണിൽ കാലുകുത്തി നടക്കുന്ന എല്ലാവരും എങ്ങനെ നടക്കണം? സ്വന്തം ഇഷ്ടത്തിലല്ല നടക്കേണ്ടത്, നിഗളത്തിലല്ല നടക്കേണ്ടത്. സ്തോത്രം. മണ്ണിൽ നിന്നപ്പോൾ അമ്മച്ചി ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഹവ്വ ചോദിക്കണമായിരുന്നു, ഒരു സെക്കൻഡ്, നീ പറയുന്നത് ദൈവത്തെ പോലെ ആകുന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് നിൽക്ക്, ഒരു 2 മിനിറ്റ്. ഞാൻ ഓടിപ്പോയി അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന ആദാമിനോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ അധികാരത്തിന് കീഴടങ്ങിയിരുന്നെങ്കിൽ ഈ ഗുലുമാൽ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആർക്കുള്ള പ്രബോധനമാണ് ഞാൻ പറയുന്നത്. യേശുവിൻ നാമത്തിൽ നമ്മൾ ഈ മേലെ കയറല്ലേ, പകരം സ്തോത്രം അത് അധികാരത്തിന് കീഴ് നിൽക്കുന്നതാണ്. സ്തോത്രം. ദൈവത്തിൽ കയറിയാൽ സുരക്ഷിതത്വം. പ്രത്യേകിച്ച് സഹോദരിമാരെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ അധികാരത്തിന് കീഴടങ്ങാതെ എവിടെയാണോ കൊമ്പത്ത് കയറുന്നത് അത് മുഴുവൻ പരാജയമായിരിക്കും. എന്തൊരു ശാന്തത. ബിൽഡിംഗ് ഫണ്ട് കൊടുക്കാൻ മറക്കല്ലേ. ഒരിക്കൽ കൂടെ പറയാം, സ്തോത്രം. ഭർത്താവ് പിടിച്ചിരിക്കുന്ന ആ കുടയ്ക്ക് കീഴിൽ നിൽക്കാതെ, ഇല്ല, ആ കുടയ്ക്ക് മീതെ ഞാൻ നിൽക്കുമെന്ന് എവിടെ നിൽക്കുമോ അവിടെ മുഴുവൻ പരാജയമായിരിക്കും. സ്തോത്രം. കാരണം ഇത് നിഗളത്തിൻ്റെ പുസ്തകമല്ല, ഇത് താഴ്മയുടെ പുസ്തകമാണ്. ഹോ ബ്രദറെ, ഒരിക്കൽ കൂടെ പറ എന്ന് ഏതെങ്കിലും സഹോദരന്മാർ പറയുന്നെങ്കിൽ, ഭർത്താക്കന്മാർ ജീവിക്കുന്നത് തോന്നിവാസികളായിട്ടല്ല, തോന്നിയതുപോലെയല്ല, വചനപ്രകാരമാണ് ജീവിക്കേണ്ടത്. ഈ വേർഡ് അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ല സ്വന്തം ഇഷ്ടത്തിലും ജഡത്തിലും ജീവിക്കുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. മനസ്സിലാക്കുന്നു. ഇനി 2 കൂട്ടർക്ക് സന്തോഷമായല്ലോ, തമ്മിലടിക്കത്തില്ലല്ലോ, ബൈബിൾ സ്റ്റഡിക്ക് വന്ന് കുടുംബ പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്ന 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം. സോ നോക്ക്, ദൈവത്തിന് അത് വേറൊരു സബ്ജക്റ്റാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുടുംബത്തിൽ കൊണ്ടുവരുന്നത് മാർജിൻ ഫ്രീ ഷോപ്പല്ല, സ്തോത്രം, ലുലു മാളല്ല, ഭർത്താവാണ്, പുരുഷനാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. ആ അധികാരത്തിന് കീഴിലിരിക്കുന്നവളുടെ പേരാണ് സ്ത്രീ. സ്തോത്രം. വയലൻസ്, അതിക്രമത്തിൻ്റെ ഒരു തലമുറയായിരുന്നു നോഹയുടെ തലമുറ. ലോകത്തെവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും, എല്ലായിടത്തും സ്തോത്രം അതെ വയലൻസ് നടന്നിട്ടിരിക്കുന്നു, എല്ലായിടത്തും അക്രമങ്ങൾ നടന്നിട്ടിരിക്കുന്നു. മിനസോട്ട എന്നറിയപ്പെടുന്ന അമേരിക്കൻ പട്ടണത്തിൽ സ്തോത്രം ഭയങ്കര അക്രമം നടക്കുകയാണ്. പോലീസും റെയ്ഡും എമിഗ്രൻസിനെ പിടിക്കുകയും ഒക്കെ നടക്കുന്ന ഭയങ്കര. എന്തിന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നു? സ്തോത്രം. അതെ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുക, ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഒരു വണ്ടി മറ്റു വണ്ടികളെല്ലാം ക്രോസ് ചെയ്ത് നിർത്തി. അവിടെ നിന്ന് ബലിഷ്ഠരായ 2 പേര് ഇറങ്ങി വന്ന് ഓവർടേക്ക് സൈഡ് തന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു വാഹനത്തെ തല്ലി തകർക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഭയങ്കര സ്തോത്രം കൊറോഷനാണ്, ഭയങ്കര പ്രശ്നമാണ് ആ സ്ഥലത്തുണ്ടായത്. ഭാഗ്യത്തിന് അല്പം ഗ്യാപ്പുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയി, മറ്റുള്ളവരൊക്കെ സ്തോത്രം ഇത് പോയി. എല്ലാവരും ജീവിക്കുന്നത് വയലൻസിലാണ് ജീവിക്കുന്നത്. എല്ലാവരും ജീവിക്കുന്നത് വയലൻ്റ് നേച്ചറിലാണ്. പുറമേ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും ഉള്ളിലിങ്ങനെ ഉള്ളിൽ എന്തോ പറയാൻ, ഉള്ളിൽ ഈ അടുപ്പത്തിരിക്കുന്ന സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയത് ആ പ്രഷർ കുക്കർ പോലെ. പ്രഷർ കുക്കർ പോലെ അതിൻ്റെ മുകളിലൊരു സാധനം ഉണ്ടല്ലോ, പ്രഷർ കുക്കറിൻ്റെ മുകളിലൊരു സാധനം ഉണ്ടല്ലോ, വെയിറ്റ്. കണ്ടപ്പോഴേ തോന്നി വെയിറ്റ് കൂടുതലാണോ? വെയിറ്റ്. അപ്പോൾ അതെ, പ്രഷർ കുക്കറിൻ്റെ വെയിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രഷർ ഇങ്ങനെ കൂടുമ്പോൾ വെയിറ്റ് പെട്ടെന്ന് സ്പാർക്ക് ചെയ്യുന്നത് പോലെ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി, പെട്ടെന്ന് സ്പാർക്ക് ചെയ്യും, പെട്ടെന്ന് ബഹളം ഉണ്ടാക്കും, വയലൻ്റ് ആകും. വയലൻ്റ് ജനറേഷൻ. അത് ഫ്ലഷാണ്, അത് ജഡമാണ്, അത് സാത്താന്യമാണ്. സ്തോത്രം. അത് പാപമാണ്, അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നത്? അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതെങ്ങനെയാണ് രക്ഷപ്പെടുവാൻ കഴിയുന്നത്? 1, ദൈവത്തോട് സമാധാനം വേണം. 2, ദൈവത്തിൽ നിന്ന് സമാധാനം വേണം. എന്നാൽ മാത്രമേ മറ്റുള്ളവരുടെ സമാധാനം ഉണ്ടാകത്തുള്ളൂ. 3 പീസിനെ കുറിച്ച് പറഞ്ഞു. 1, ദൈവത്തോടുള്ള സമാധാനം. റോമർ 5:1 വായിച്ചേ. റോമർ 5:1. 1, ദൈവത്തോട് സമാധാനം. സ്തോത്രം. റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ആരോട് സമാധാനമുണ്ട്? ദൈവത്തോട് സമാധാനമുണ്ട്.
അപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തോട് അതുവരെയും ഉടക്കായിരുന്നു, ദൈവത്തോട് അതുവരെയും വഴക്കായിരുന്നു. അർത്ഥം ദൈവത്തോട് വഴക്കെന്ന് പറഞ്ഞാൽ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ വേർപിരിച്ചത് പാപമാണ്. യെശയ്യാവ് പറയുന്നു, ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ വേർപിരിച്ചത് പാപമാണ്. അപ്പോൾ രക്ഷിക്കപ്പെടാത്തിടത്തോളം കാലം ദൈവത്തോട് ഉടക്കാണ്, ദൈവത്തോട് വഴക്കാണ്. സ്തോത്രം. ദൈവത്തോട് നിങ്ങൾക്കൊരിക്കലും നിരപ്പ് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആരോട് സമാധാനമുണ്ട്? ദൈവത്തോട് സമാധാനമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാവരും കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ്, ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ദൈവം നിങ്ങളോട് കട്ടീസല്ല, ദൈവം നിങ്ങളോട് മെണ്ടീസാണ്. ദൈവം നിങ്ങളോട് പിണക്കത്തിലല്ല, ദൈവം നിങ്ങളോട് ഇണക്കത്തിലാണ്. അപ്പോൾ ദൈവത്തോട് സ്തോത്രം സമാധാനമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നിറയ്ക്കുന്നത് ദൈവിക സമാധാനമാണ്. ഒരിക്കൽ കൂടെ, ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്നത് ദൈവികത്തിൻ്റെ സമാധാനമാണ്. സ്തോത്രം. യോഹന്നാൻ 14:27 യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുമരുത്. സോ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ തരുന്നു. അപ്പം രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ ഹൃദയത്തിൽ നിറയുന്നത് എന്തോ സമാധാനമാണ്? ദൈവത്തിൻ്റെ സമാധാനമാണ്. അവൻ്റെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം നിറയും. അപ്പോൾ ദൈവത്തോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് നിങ്ങളിലേക്ക് സമാധാനം വരുന്നു. ഫിലിപ്പിയർ 4:7 ആ സമാധാനം കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നു. വളരെ ബ്യൂട്ടിഫുള്ളാണത്. ഫിലിപ്പിയർ 4:7 സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ ആ വാക്യം. ഫിലിപ്പിയർ 4:7 എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം എവിടെ? നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെ. ദാറ്റ് മീൻസ് നിങ്ങളുടെ തോട്ട്സ് അല്ലേ, നിങ്ങളുടെ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്, നിനവുകളെയും ക്രിസ്തുയേശുവിലേക്കാക്കട്ടെ. അപ്പോൾ കർത്താവിനോട് സമാധാനമുണ്ടെങ്കിൽ കർത്താവിൽ നിന്നുള്ള സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നിറയുന്നു. ഒരിക്കൽ കൂടെ, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ട്, പിന്നെ എവിടെയുണ്ട്? നിങ്ങളുടെ മനസ്സിലുമുണ്ട്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ട്, 2 നിങ്ങളുടെ മനസ്സിൽ സമാധാനമുണ്ട്. പലർക്കും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, അതെ, കർത്താവുമായി കണക്ട് ചെയ്ത സമാധാനത്തിലല്ല ജീവിക്കുന്നത്. കണക്ഷൻ പോയി. കാരണം കണക്ഷൻ പോകാനുള്ളതായ കാര്യം മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ലഡായി ജീവിച്ച്, സ്തോത്രം, മറ്റുള്ളവരുമായിട്ടുള്ള ഉടക്കിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴേ കർത്താവുമായിട്ടുള്ള കണക്ഷൻ പോവും. കണക്ഷൻ പോകണം. അവന് മനസ്സുണ്ടല്ലോ, മനസ്സ് ഇങ്ങനെ തിരമാല കൊണ്ട് നിറഞ്ഞിരിക്കും, മനസ്സ് കൊടുങ്കാറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കും. ചിലരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ BP ഇങ്ങനെ കൂടും, ചിലരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ സ്തോത്രം രോഷം ഇങ്ങനെ പെരുകും. സോ അങ്ങനെയായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ അസമാധാനത്തിലാണ് ജീവിക്കുന്നത്. അവൻ്റെ പേര് വിശ്വാസിയല്ല, അങ്ങനെയുള്ളവൻ ദൈവ പൈതലേ അല്ല. കാരണം അവന് എന്തില്ല? അവന് ദൈവത്തിൻ്റെ സമാധാനമില്ല. കർത്താവുമായി കണക്ട് ചെയ്ത് ജീവിക്കുന്നവന് അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ മനസ്സിലും എന്തുണ്ടായിരിക്കും? വായിക്ക്, സമാധാനമുണ്ടായിരിക്കും. കർത്താവുമായി കണക്ട് ചെയ്ത് ജീവിക്കുന്നവന് അസമാധാനമല്ല ഉള്ളത്, അവന് സമാധാനമായിരിക്കും ഉള്ളത്. നിങ്ങളെ മുറിവേൽപ്പിച്ച ആൾക്കാരെ സ്തോത്രം ഓർമ്മയുണ്ടോ? മുറിവേൽപ്പിച്ച ആൾക്കാരെ ഓർമ്മയുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. നിങ്ങളെ വഴക്ക് പറഞ്ഞാൽ, നിങ്ങളുമായി പ്രശ്നം ഉണ്ടാക്കിയ, നിങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തെ തന്നെ അപ്പാടെ തകർത്ത് കളഞ്ഞ ആൾക്കാരെ എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുന്നു, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ BP കൂടുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നോക്കിയാണ് ഞാൻ പറയുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ആ ഏരിയയിൽ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. റിയലി വളരെ താഴ്മയോടെ ഞാൻ പറയുന്നത് ദൈവമക്കളെ, സ്തോത്രം, വളരെ താഴ്മ. അപ്പോൾ കർത്താവുമായി കണക്ട് ചെയ്ത് ദൈവത്തിൻ്റെ കൃപയാൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലാണ് എങ്കിൽ, സ്തോത്രം, ദൈവത്തോടെ എനിക്ക് സമാധാനമുണ്ട്. ദൈവവുമായി കണക്ട് ചെയ്ത് കർത്താവിൻ്റെ ആ മുറിവ്, ആ വിഷയം, ആ പ്രശ്നം, ആ സ്തോത്രം അവർ നിങ്ങൾക്കെതിരെ ഒരുക്കതായി, ഞാൻ നിങ്ങളുടെ ഫീലിംഗ് ഹട്ട് ചെയ്യുകയോ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നിങ്ങൾ ആയിരിക്കുന്നവർ, നിങ്ങൾ കടന്നുപോയ പെയിൻ നിങ്ങൾക്കേ അറിയത്തുള്ളൂ, നിങ്ങൾ കരഞ്ഞത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ, നിങ്ങൾ വേദനിച്ചത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളെ ചുമക്കല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സമാധാനം പോയി. നിങ്ങൾക്ക് സമാധാനം പോയെന്ന് പറയുന്നത് നിങ്ങളുടെ BP കൂടി, നിങ്ങളുടെ കൊളസ്ട്രോൾ വർദ്ധിച്ചു, നിങ്ങൾ ഇൻഫർമിറ്റീസിന്, ഹൃദയരോഗത്തിന്, മറ്റ് ബലഹീനതയ്ക്ക് നിങ്ങൾ ഡോർ തുറന്നിടുകയാണ്. സമയത്തിന് മുമ്പ് നിങ്ങൾ സെമിത്തേരിയിൽ പോവുകയാണ്. നോ 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 ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു സമയമുണ്ട്. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്.
ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകളുണ്ട്. അതിൽ ദൈവത്തിൻ്റെ കൃപയാൽ എത്തണമെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ മുറിവുകൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ മുൾക്കിരീടങ്ങൾ, നിങ്ങളുടെ അടിപ്പിണരുകൾ, നിങ്ങളുടെ തുപ്പലുകൾ, നിങ്ങളുടെ തകർച്ചകൾ, നിങ്ങളുടെ തിരസ്കരങ്ങൾ മുഴുവൻ യേശു കർത്താവിൽ കൊടുക്കണം. ഇതെല്ലാം യേശു അനുഭവിച്ചു തന്നെയല്ലേ? സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് ദൈവസേന പറയണം. ഞാനുണ്ടല്ലോ, ഈ ബീച്ചുണ്ടല്ലോ, നമ്മുടെ ബീച്ചിൻ്റെ പേരെന്താ? നമ്മുടെ ബീച്ച് ശംഖുമുഖം ബീച്ച് അല്ലേ? ശംഖുമുഖം ബീച്ച് ഇപ്പോഴാണ് സ്തോത്രം അത്ര ആക്സസ് ഇല്ലാത്തത്. ഒരു 10-12 വർഷം മുമ്പ് സ്തോത്രം ഈ ഷേപ്പല്ലായിരുന്നു. ഇതുപോലെയുള്ള രാത്രികളിൽ ഇപ്പോൾ പോയാൽ കുറച്ച് ആൾക്കാർ കൂടുതലായിരിക്കും. പക്ഷേ കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ ആരും കാണത്തില്ല. കുറച്ച് പട്ടികളും ഞാനും മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. ശംഖുമുഖം ബീച്ചിൽ എത്ര പട്ടികളുണ്ടാകുമെന്ന് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എത്ര നിറത്തിലുള്ള പട്ടികൾ അന്നുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ മതി, എനിക്കറിയാം. സോ എത്രയോ ദിവസങ്ങളിൽ ചെന്ന് അവിടെ നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പറയേണ്ടത് മുഴുവൻ ദൈവത്തിൻ്റെ മോട് പറഞ്ഞ്, തിരമാലകളോടല്ല പറയുന്നത്, പിന്നെ ആരോടാണ് പറയുന്നത്? കാറ്റിനോടല്ല പറയുന്നത്, തിരമാലയോടല്ല ബീച്ചിൽ നിന്ന് പറയുന്നത്, ദൈവത്തോട് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഷേപ്പിലും ഈ കൃപയിലും നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കാൻ പറ്റുന്നത്. ചേമ്പലകിൽ വീണതായ വെള്ളം പോലെ, കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഒന്ന് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യല്ല, എടുത്ത് പുറത്ത് കളയണം. നിങ്ങൾ ജീവിക്കേണ്ടത് വയലൻസിലല്ല ജീവിക്കേണ്ടത്, നിങ്ങൾ ജീവിക്കേണ്ടത് പീസിലാണ്. നിങ്ങൾ ജീവിക്കേണ്ടത് വയലൻസിലല്ല. വയലൻസിൽ ജീവിക്കുന്നവൻ സ്തോത്രം, അതിക്രമത്തിൽ ജീവിക്കുന്നവൻ സ്തോത്രം, ചെറിയൊരു കാര്യം മതി ഉടക്കും, ചെറിയൊരു കാര്യം മതി പൊട്ടിത്തെറിക്കും, ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് ചൂടാകും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആളിനോട് ദൂത് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, പെട്ടെന്ന് ചൂടാകുന്ന അലൂമിനിയം പാത്രം പോലെ. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. പെട്ടെന്ന് ചൂടാക്കുന്ന അലൂമിനിയം പാത്രം പോലെ ചെറിയൊരു കാര്യം മതി. കാരണം ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ മുറിവുകളാണ്, ഉള്ളിൽ കിടക്കുന്നത് മുഴുവൻ സ്തോത്രം വേദനയാണ്. ആ വേദനയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം ഇത് പൊട്ടിത്തെറിക്കുന്നത്. സോ അത് കർത്താവിന് വളരെ നന്നായി മനസ്സിലാകും. അതുകൊണ്ട് ഒന്ന്, ദൈവത്തോട് സമാധാനം. 2, ദൈവത്തിൽ നിന്ന് സമാധാനം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സമാധാന പുത്രനായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 6-ാം വാക്യം, ലൂക്കോസ് 10:6 വായിക്കുമ്പോൾ, അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. സ്തോത്രം. അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ പേര് എന്താണ്? നിങ്ങളുടെ പേര് വയലൻ്റ് ബോയ് എന്നല്ല, അല്ലെങ്കിൽ അസമാധാനത്തിൻ്റെ സ്തോത്രം ഒരു പുത്രൻ എന്നല്ല. നിങ്ങളുടെ പേര് വഴക്കാളി എന്നല്ല, നിങ്ങളുടെ പേര് പൊട്ടിത്തെറിക്കുന്നവൻ എന്നല്ല, നിങ്ങളുടെ പേര് വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കുന്ന വ്യക്തി എന്നല്ല. പകരം നിങ്ങളുടെ പേര് സമാധാന പുത്രൻ. ഇവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ അവിടെ എന്ത് നിൽക്കും? സ്തോത്രം. അവിടുത്തെ സമാധാനം നിലനിൽക്കും. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. പക്ഷേ നോഹയുടെ സ്തോത്രം തലമുറയുടെ പ്രത്യേകത ഇതായിരുന്നു, വയലൻസിലായിരുന്നു ജനം ജീവിച്ചിരുന്നത്. അവർ മനസ്സിൽ എപ്പോഴും നിറഞ്ഞിരുന്നത് വയലൻസ് ആയിരുന്നു. അവരൊക്കെ ചിലരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ BP ഇങ്ങനെ കൂടിയാണ്. ചിലരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരെ ആടിച്ച് തകർത്ത് തൊലയ്ക്കണമെന്നാണ് തോന്നുന്നത്. സ്തോത്രം. നിൻ്റെ റിസർവേഷൻ നരകത്തിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് മനസ്സിലാക്കണം, സ്തോത്രം. അതെ, കർത്താവുമായി കണക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ സ്തോത്രം, നീ ഒരു സമാധാന പുത്രനാകുന്നു. ദൈവത്തോട് സമാധാനം, 2, നിനക്ക് സമാധാനം, 3, മറ്റുള്ളവരോട് സമാധാനം. 1, ദൈവത്തോട് സമാധാനം, 2, ദൈവത്തിൽ നിന്ന് നിനക്ക് സമാധാനം, 3, മറ്റുള്ളവരോട് സമാധാനം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. 1, ദൈവത്തോട് സമാധാനം, 2, ദൈവത്തിൽ നിന്ന് സമാധാനം, 3, മറ്റുള്ളവരോട് സമാധാനം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. ദൈവത്തോട് സമാധാനം, ദൈവത്തിൽ നിന്ന് സമാധാനം, മറ്റുള്ളവരോട് സമാധാനം. സോ നോഹയുടെ കാലം അങ്ങനെയുള്ള ഒരു വല്ലാത്ത കാലമായിരുന്നു. നീതിപ്രസംഗിയായിരുന്നു നോഹ എന്നാണ് തിരുവചനം പറയുന്നത്. സ്തോത്രം. നീതിപ്രസംഗിയായിരുന്നു നോഹ. അങ്ങനെ പ്രസംഗിച്ച് നടന്നവനായിരുന്നു നോഹ. ആരും രക്ഷിക്കപ്പെട്ടില്ല. സ്തോത്രം. അവസാനം 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം സ്തോത്രം 5-ാം വാക്യം. സോ പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ പ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. സോ എത്രയോ സ്തോത്രം ദിവസങ്ങൾ, 100 വർഷം നോഹ പ്രസംഗിച്ചു. എത്രയോ ആത്മാർത്ഥമായി പുള്ളി പ്രസംഗിച്ചു കാണും. ആരും സ്തോത്രം ചെവിക്കൊണ്ടില്ല.
എത്രയോ നല്ല നല്ല ദൂതുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ ദൈവദാസന്മാരിൽ നിന്ന് എത്രയോ വാണിംഗ് കേട്ടിട്ടുണ്ട്, എത്രയോ മുന്നറിയിപ്പുകൾ കേട്ടിട്ടുണ്ട്, എത്രയോ സ്തോത്രം മുന്നറിയിപ്പിൻ്റെ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എത്ര കേട്ടാലും ഹൃദയം പിന്നെയും കഠിനമാക്കി മാനസാന്തരപ്പെടാൻ, സ്തോത്രം ചിന്താഗതികൾ മാറ്റുവാൻ അതെ വിട്ടുകൊടുക്കാതെ പിന്നെയും ഹൃദയം കഠിനമാക്കി ജീവിച്ചതായ ആ ജനം, അങ്ങനെ ഹൃദയം കഠിനമാക്കിയവർ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്താതെ മാനസാന്തരത്തിലേക്ക് വരാത്താതെ വന്നവർ, അവർ നഷ്ടപ്പെട്ടു. നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ് ആയിരിക്കുന്നത്? രണ്ട് ചലനങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. ഒന്ന്, മാനസാന്തരപ്പെടുന്ന കൂട്ടത്തിലാണ് നിങ്ങളായിരിക്കുന്നത്, ഇല്ല ഹൃദയം കഠിനപ്പെട്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. സ്തോത്രം. ഇത് ബൈബിൾ സ്റ്റഡിയാണ്, ഇതൊരു വാണിംഗ് മെസ്സേജാണ്. ആരെയോ സുഖിപ്പിക്കാനല്ല ഞാൻ വന്നത്. വാണിംഗ് മെസ്സേജിന് എപ്പോഴും മുന്നറിയിപ്പാണ്, അത് വാളായി മാത്രമേ വരത്തുള്ളൂ. സ്തോത്രം. ഈ ദൂതിൻ്റെ മുൻപാകെ ഇല്ല എനിക്ക് മാറിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാനൊരു സമാധാന പുത്രനാണ്, ഞാൻ ദൈവത്തോട് സമാധാനമാണ്, ദൈവത്തിൽ നിന്ന് എനിക്ക് സമാധാനമാണ്, ഞാൻ മറ്റുള്ളവരോട് സമാധാനമാണ്. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ചൊറിയാനല്ല ഞാൻ ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു തീരുമാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ സ്റ്റഡി അനുഗ്രഹമായി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സോ എത്രയോ ദൂതുകൾ കേട്ടു, എത്രയോ വളരെ ഗംഭീരമായി. ഇത്രയും പ്രസംഗം കേൾക്കുന്ന ഒരു ജനം സ്തോത്രം കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ഇത്രയും പ്രസംഗം കേൾക്കുന്ന, ഇത്രയും നല്ല ഫാസ്റ്റിംഗ് പ്രെയർ ആകട്ടെ, ഇത്രയും ദൂതുകൾ കേൾക്കുന്ന ജനം. പക്ഷേ വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? എത്രത്തോളമാണ് നിങ്ങളെ, വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? നിങ്ങളുടെ സ്തോത്രം പ്രതികരണം എന്താണ്? ഹല്ലേലൂയ. സോ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേലിലേക്ക് കടന്നു വരുമ്പോൾ തിരിഹിതമില്ലാത്തത് സകലതും എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ചെത്തപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിനെ പോലെ ദൈവകൃപയാലാകുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്യട്ടെ. പക്ഷേ ആ ജനം സ്തോത്രം മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് ആ 8 പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. എന്നിട്ട് അവസാനം ഞാനിങ്ങനെ ചിന്തിക്കുക, നോഹയെ ദൈവം വിളിച്ചു കാണാൻ. നോഹേ ബാ സമയം കഴിഞ്ഞു. നോഹ വന്നേ. നോഹ വന്നപ്പോൾ നോഹയുടെ കൂടെ 7 പേര് കൂടെ വരികയാണ്. അങ്ങനെ 8 പേരെ കർത്താവ് വിളിച്ച് ആ നോഹയുടെ പെട്ടകത്തിനകത്തേക്ക് കയറ്റിയിട്ട് കർത്താവ് തന്നെ സ്തോത്രം ആ പെട്ടകത്തെ അടക്കുകയാണ്. ആ പെട്ടകം ഭയങ്കര രസമാണ് കേട്ടോ. 450 അടി നീളം, 150 അടി വീതി എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം. 450 അടി നീളം, 150 അടി വീതി, 3 തട്ടുള്ള 3 നിലയുള്ള 45 അടി ഉയരം. ഒരിക്കൽ കൂടെ 450 അടി നീളം, 150 അടി വീതി, 45 അടി ഉയരമുള്ളതായ ഒരു ഷിപ്പ്. സെയിം എക്സാക്ട്ലി ഇതേ പ്രൊപ്പോർഷനിലാണ് ഇന്നത്തെ സകല ക്രൂസ് ഷിപ്പും നിർമ്മിക്കുന്നത്. ഇന്നത്തെ വലിയ കപ്പലുകൾ നിർമ്മിക്കുന്നത് ഇതേ സ്തോത്രം പ്രൊപ്പോർഷനിലാണ് നിർമ്മിക്കുന്നത്. സോ ഇതെവിടെ നിന്നാണ് പഠിച്ചത്? സ്തോത്രം. അതെ, ദൈവമാണ് ആദ്യത്തെ ബെസ്റ്റ് എഞ്ചിനീയർ ദൈവമാണ്. ആദ്യത്തെ കൃഷിക്കാരൻ ദൈവമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ബെസ്റ്റ് ഓപ്പറേറ്റർ, ആദ്യത്തെ ഫസ്റ്റ് സർജൻ ദൈവമായിരുന്നു. സ്തോത്രം. ആദ്യത്തെ ഡോക്ടർ ദൈവമായിരുന്നു. സോ എല്ലാറ്റിലും ആദ്യം തന്നെ ഫസ്റ്റ് മെറൈൻ എഞ്ചിനീയർ അതേ ദൈവമാണ് ആദ്യത്തെ. സ്തോത്രം. സോ ഇതിനെ ദൈവമാണ് ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. ഇതിൻ്റെ അളവ് വെച്ച് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ നാസ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതുവരെ ഭൂമിയിൽ അടിച്ച ഏത് കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ ഈ ഷേപ്പിന് കഴിയും. മനസ്സിലായോ? അപ്പോൾ ദൈവം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അടുത്ത കാറ്റിൽ പൊട്ടിപ്പൊളിയുന്നതല്ല ദൈവം ഉണ്ടാക്കുന്നത്. ലോകത്തിലുള്ള ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കുന്നതേ ദൈവം ഉണ്ടാക്കത്തുള്ളത്. അർത്ഥം ഞാൻ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നിന്നെ ഉണ്ടാക്കിയത് അപ്പുറത്തെ ആശുപത്രിയല്ല, നിന്നെ ഉണ്ടാക്കിയത് കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ടീമല്ല, നിന്നെ ഉണ്ടാക്കിയത് സർവശക്തനായ ദൈവമാണ്. ലോകത്തിന് നിനക്കെതിരെ ഉയരുന്ന ഏത് വെല്ലുവിളിയെയും നിനക്ക് അതിജീവിക്കാൻ കഴിയും. ഏതെങ്കിലും കൊടുങ്കാറ്റുകൾ, ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നിനക്കെതിരെ ഉയരുന്നെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അതിനെ നീ അതിജീവിക്കാൻ പോകുകയാണ്. യു ആർ ആൻ ഓവർകമർ. നീ അതിനെ ഒരിക്കലും വിക്ടിമല്ല, നീ അതിനെ ജയിപ്പാൻ വേണ്ടി പോകുകയാണ്. വെള്ളത്തെയും കാറ്റിനെയും അതിജീവിപ്പാൻ ഈ പെട്ടകത്തിന് കഴിയുമായിരുന്നു. ആ പെട്ടകത്തിലേക്ക് 7 പേരെ കർത്താവ് വിളിച്ചു. സ്തോത്രം. വിളിച്ച് അതിനകത്ത് കയറ്റി. ഓഫ്കോഴ്സ് മൃഗങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഇന്ന് സയൻസ് പറയും. ജിറാഫ് ഉൾപ്പെടെ, ആന ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു. നോക്കിയാൽ ഞാൻ കാണാൻ കാത്തിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുക, എന്തിനാ ഈച്ചയെ കയറ്റിയേ? കാരണം ഈച്ച എനിക്കിഷ്ടമല്ല. എന്തിനാ കൊതുകിനെ കയറ്റിയേ? എന്തിനാ പാമ്പിനെ കയറ്റിയേ? പാമ്പിനെ എനിക്കിഷ്ടമല്ല. എന്തിനാ കയറ്റിയേ? പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എക്കോസിസ്റ്റം കറക്റ്റ് ആകത്തുള്ളൂ.
കമാൺ. നിനക്ക് ഇഷ്ടമില്ലാത്ത ചിലത് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കമാൺ. ഹല്ലേലൂയ. സോ ഈ 8 പേരെ നോഹേ വാ സ്തോത്രം. നോഹയെ വിളിച്ച് ആ പെട്ടകത്തിനകത്ത് കയറ്റിയിട്ട്, എൻ്റെ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ആ പെട്ടകത്തെ അടച്ചു. ആരാ അടച്ചു? പറഞ്ഞു മക്കളെ, ദൈവം അടച്ചു. അത് നോഹയുടെ പെട്ടകമെങ്കിൽ അത് ആരുടെ പെട്ടകമാണ്? ദൈവത്തിൻ്റെ പെട്ടകമാണ്. ജീവിതം ദൈവത്തിൻ്റെതാണ് കുഞ്ഞെ, ജീവിതം ദൈവത്തിൻ്റെത്. അപ്പോൾ ആ പെട്ടകത്തെ ദൈവം അടച്ചു. ദൈവം അടയ്ക്കാതെ നോഹ അടച്ചിരുന്നെങ്കിൽ നോഹയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വന്ന് സ്തോത്രം അതേ വെള്ളപ്പൊക്കത്തെ സമയത്ത് അവർ നീന്തി വന്ന്, അയ്യോ സോറി ഇത്രയും മഴ പെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല, ഇതെന്തൊരു മഴയാ. ജീവിതത്തിൽ ആദ്യത്തെ മഴ വെള്ളപ്പൊക്കത്തിന് മഴയായിരുന്നു. ഒരിക്കൽ കൂടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ മഴ, ഭൂമിയിൽ പെയ്ത ആദ്യത്തെ മഴ വെള്ളപ്പൊക്കത്തിന് മഴയായിരുന്നു. ഇത്രയും മഴ പെയ്യെന്ന് വിചാരിച്ചില്ല. നോഹേ ഒന്ന് തുറന്നേ നോഹേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നോഹ അടച്ചിരുന്നെങ്കിൽ നോഹ തുറന്നു കൊടുത്തേനെ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, സ്തോത്രം, ഈ ഡോറിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ അടച്ചോളാം. ദൈവം അങ്ങ് അടച്ചു. ദൈവം അടച്ചാൽ പിന്നെ തുറക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം അടച്ചു, ദൈവം അടച്ചു. കൺക്ലൂഷൻ ഞാൻ പറയട്ടെ, ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, എന്നെ ഭയപ്പെടുത്തിയ കാര്യം, ഞാനെന്ന് ഉച്ചയ്ക്ക് ശേഷം ധിയാനിക്കും എന്നെ ഭയപ്പെടുത്തിയത്. ഈ നോഹയുടെ പെട്ടകത്തിൻ്റെ 5 അടി അപ്പുറത്ത് കിടന്നവനും വെള്ളത്തിൽ മുങ്ങിച്ചത്തു, 50 അടി അപ്പുറത്ത് കിടന്നവനും മുങ്ങിച്ചത്തു, 5000 അടി അപ്പുറത്ത് കിടന്നവനും വെള്ളത്തിൽ മുങ്ങിച്ചത്തു, 5 കിലോമീറ്റർ അപ്പുറത്ത് കിടന്നവൻ പോട്ടെ, 50,000 കിലോമീറ്റർ അപ്പുറത്ത് കിടന്നവൻ അവനും ചത്തു. സോ അടുത്ത് കിടന്നവനും പോയി, അകന്ന് കിടന്നവനും പോയി. ചിലരെല്ലാം നിത്യതയുടെ അടുത്താണ്, ചിലരുടെ നിത്യതയിൽ നിന്ന് ഒത്തിരി അകന്നാണ്. ചിലർ ചർച്ചിനകത്താണ് പക്ഷെ നിത്യതയ്ക്ക് പുറത്താണ്. ഒരിക്കൽ കൂടെ, ചിലർ ചർച്ചിനകത്താണ് പക്ഷെ നിത്യതയ്ക്ക് പുറത്താണ്. ചർച്ചിൻ്റെ നിത്യതയുടെ അടുത്താണ് കിടക്കുന്നത്. പക്ഷെ നിത്യതയുടെ അടുത്ത് കിടക്കുന്നവർ മനസ്സിലാക്കണം, നിൻ്റെ നിത്യതയുടെ അടുത്തല്ല കിടത്തേണ്ടത്, നിത്യതയുടെ അകത്ത് കയറ്റുന്നതാണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്. 5000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്നവനും ചാകും, 5 അടി അപ്പുറത്ത് കിടക്കുന്നവനും ചാകും. വാട്ട് ഈസ് യുവർ പൊസിഷൻ? നിൻ്റെ പൊസിഷൻ എവിടെയാണ്? സ്തോത്രം. വല്ലപ്പോഴും അല്ലേ പാപം ചെയ്യുന്നുള്ളൂ, വല്ലപ്പോഴും അല്ലേ തെറ്റിപ്പോകുന്നുള്ളൂ, വല്ലപ്പോഴുമല്ലേ എനിക്കിങ്ങനെയുള്ള ഫ്ലഷ്ലി നേച്ചർ വരുന്നുള്ളൂ. നോ 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 നോ. കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ. വല്ലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കർത്താവല്ല നമുക്കുള്ളത്. ഞായറാഴ്ച മാത്രമേ രാവിലെ എഴുന്നേറ്റ് രക്തത്താൽ കഴുകണമേ എന്ന് പറയുന്ന ഒരു യേശുവിനെ അല്ല സ്തോത്രം നമ്മൾ സേവിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞായറാഴ്ച മാത്രം എന്നെ ഒരിക്കൽ കൂടെ രക്തത്താൽ കഴുകണമേ എന്ന് പറയുന്ന ഒരു യേശുവല്ല. സ്തോത്രം. വല്ലപ്പോഴും അത് കോസ്റ്റ്യൂം ഇടുന്നെങ്കിൽ അതൊരു നാടകമാണ്, വല്ലപ്പോഴും വേഷമിടുന്നെങ്കിൽ അതൊരു നാടകമാണ്. ആത്മീയ ജീവിതം നാടകമല്ല, ആത്മീയ ജീവിതം അനുഭവമാണ്. ആത്മീയ ജീവിതം പ്രസംഗമല്ല, ആത്മീയ ജീവിതം അതേ ജീവിതമാണ്, അത് പ്രഹസനമല്ല. സ്തോത്രം. നോഹയുടെ കാലം പോലെ ഒരു കാലത്ത് മനുഷ്യപുത്രൻ വരാൻ വേണ്ടി പോകുന്നു. അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് നാം ജീവിക്കുന്നത്. വല്ലവനെ നോക്കി വിരൽ ചൂണ്ടുവാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല, വല്ലവനെ വിമർശിക്കാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല, വല്ലവൻ്റെ പരകാര്യത്തിൽ ഇടപെട്ട് നമ്മെയും നമ്മുടെ തലമുറയെയും ശാപഗ്രസ്തരാക്കാൻ ദൈവം വിളിച്ചിട്ടില്ല. പകരം സ്തോത്രം, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ അഴുക്കാടട്ടെ, ഇതാ ഞാൻ വേഗം വരുന്ന. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിത്യതയിൽ പോകുമ്പോൾ നിങ്ങൾ അന്ന് കാണും, ഈ സെൻറ്റൻസ് അന്ന് നിങ്ങൾ ഓർക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലരും അവിടെ കാണത്തില്ല, പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി പേർ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ മലബാറിലൂടെ കഴിഞ്ഞ ദിവസം സ്തോത്രം യാത്ര ചെയ്യുമ്പോൾ ബ്രിജേഷ് എന്ന് പേരുള്ളതായ ഒരു പാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബ്രിജേഷ് എന്നോട് പറഞ്ഞ, ബ്രദറെ, നോർത്തേൺ കേരളയിൽ സ്തോത്രം 10,000 ആൾക്കാർ രഹസ്യ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. 10,000 ജനം രഹസ്യ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ. സ്തോത്രം. അതെ, രഹസ്യ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ആ പ്രദേശങ്ങളുണ്ട്. അവർ നിത്യതയിൽ കാണും. കാരണം നോഹയുടെ പെട്ടകത്തിന് ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. നിത്യതയിലേക്ക് പോകാൻ ഒരൊറ്റ വാതിലേ ഉള്ളൂ. നിത്യതയിലേക്ക് പോകാൻ ഒരൊറ്റ വാതിലേ ഉള്ളൂ. വിദ്യാഭ്യാസം അവിടെ വില പോകത്തില്ല, അവിടെ സ്ഥാനം വില പോകത്തില്ല, അവിടെ പണം വില പോകത്തില്ല, അവിടെ ജാതി വില പോകത്തില്ല, അവിടെ കുടുംബം വില പോകത്തില്ല, അവിടെ ഡിഗ്രി വില പോകത്തില്ല. അവിടെ ഒറ്റ വാതിലുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത കർത്താവായി വന്ന യേശു എന്ന വാതിൽ. സഭയ്ക്കകത്തിരുന്ന് ആത്മീയം കളിച്ച് ജഡീകരായി ജീവിക്കുന്ന പലര് അവിടെ കാണാതെ ഇരിക്കുമ്പോൾ പറയുന്ന ഞാനാകട്ടെ, ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്കേ പേടിയാവുന്നു. പറയുന്ന ഞാനാകട്ടെ കുഞ്ഞേ, റിയലി ഞാൻ പേടിച്ചാ പറയുന്നത്. ഈ പറയുന്ന ഞാനാകട്ടെ, അന്ന് ഇന്ന് തലയും കുനിച്ച് ഇരിക്കുമ്പോൾ കർത്താവ് പറയല്ലേ, സുരേഷേ, നീ തിയറിയിൽ ജയിച്ചടാ, നീ പ്രാക്ടിക്കലി തോറ്റു. മനസ്സിലാകുന്നോ? തിയറിയിൽ ജയിച്ചു, ഈ വാചകമടിച്ച് തിയറിയിൽ ജയിച്ചു,
പ്രാക്ടിക്കൽ നീ മുട്ടയായിപ്പോയി എന്ന് പറയേണ്ട ഗതികേട് വരാതെ ദൈവത്തിൻ്റെ കൃപയിൽ ഈ പറയുന്നത് പോലെ ജീവിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. നോഹയുടെ കാലം പോലെ ഒരു വല്ലാത്ത കാലത്ത് വഞ്ചനയുടെയും വേഷം കെട്ടലിൻ്റെയും സ്തോത്രം ജഡത്തിൻ്റെ അതിപ്രസരത്തിൻ്റെയും കാലമായി ലോകമേത സഭയെന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവനായ കർത്താവിൻ്റെ സന്നിധിയിൽ ക്വാളിറ്റി കുറയാത്തവരായി ആത്മീയതയുടെ ക്വാളിറ്റി കുറയാത്തവരായി ദൈവകൃപയാൽ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. എൻ്റെ പ്രസംഗം കണ്ടിട്ടില്ല, നിങ്ങളുടെ പ്രസംഗം കണ്ടിട്ടില്ല, നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങളുടെ പിള്ളേർ പറയണം, അമ്മേ അല്ലെങ്കിൽ മമ്മി നിൻ്റെ ജീവിതമാണ് എന്നെ ആകർഷിച്ചത്. അതിന് പറയുന്ന എത്രയോ പേര് സ്തോത്രം പാരൻസിനെ എനിക്കറിയാം, ഇതിനകത്ത് ക്രൈസ്റ്റ് സെൻ്ററിനകത്തറിയാം. നിങ്ങളുടെ പ്രസംഗമല്ല, നിങ്ങളുടെ ലൈഫ് കണ്ട് യേശുവിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ ഈ സെഷനുമുണ്ട്. ഐ സല്യൂട്ട് യു. ദൈവകൃപയാൽ ദൈവം നിങ്ങൾ നടത്തട്ടെ. എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിക്കാം. വിശ്വസ്ത കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയതായ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയോട് സ്തോത്രം. അനുഗ്രഹമാക്കി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് തീർക്കുകയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്താകട്ടെ. ഈ അന്ത്യകാലത്ത് ഞങ്ങൾ ഏവരും ആയിരിക്കുമ്പോൾ ഈ അവസാന നാളുകൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിശുദ്ധിയിലും നിർമ്മലതയിലും കൃപയിലും നിൽക്കുവാൻ ഏവരെയും അവിടുന്ന് സഹായിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വാളായി തീയായി ചുറ്റിയായി കടന്നു വരുമ്പോൾ ഇരിക്കേണ്ടത് തിരിഹിതമില്ലാത്തതെല്ലാം എരിഞ്ഞു മാറട്ടെ. ചത്തേണ്ടത് മുഴുവൻ ചത്തി മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ കുറവില്ലാത്തവരായി ക്രിസ്തുവിൻ്റെ നിറവിൽ നിൻ്റെ ജനം നിൽക്കുവാൻ അവിടെ ജീവിതത്തെ അവിടെ നിന്ന് സഹായിക്കുകയും ആദരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും. കർത്താവിൻ നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഏവരെയും അങ്ങയുടെ വരവിന് വേണ്ടി അവിടുന്ന് ഒരുക്കുകയാണ്. അവിടെ വലിയ സാന്നിധ്യത്തിനും സാമീപ്യത്തിനും കൃപയിലും അവിടുന്ന് പൊതിഞ്ഞ് സൂക്ഷിക്കും. എല്ലാ മഹത്വമയക്ക് കൃപയിൽ അവിടുന്ന് പരിപാലിക്കും. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എത്ര പേര് അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത് അന്ത്യകാലം, ലാസ്റ്റ് ഡേയ്സ്. അടുത്ത ആഴ്ച ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീണ്ടും കേൾപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ബൈ. ഗോഡ് ബ്ലെസ് യു.